തരാം എന്ന് പിശാചു പറഞ്ഞ് മാടി വിളിക്കപ്പെട്ടതിൽ പെട്ടുപോയ നിരവധി ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാവരും ഒരുപോലെ അസ്വസ്ഥരാണ്. അള്ളാഹു നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള അനുഭൂതികളും നാം എത്രത്തോളം നുകരുന്നുണ്ട്. ഒരു ഭക്ഷണം അതെത്ര നാം കഴിക്കും, ഒരു കാഴ്ച എത്ര നാം കാണും, ഒരു വസ്ത്രം നാം എത്ര ധരിക്കും, അല്ലേ? നാം സുഖമായി കാണുന്ന, സന്തോഷകരമായി കാണുന്ന ഒരു വിഷയം എത്രത്തോളം നമുക്കത്, എത്ര തവണ നമുക്ക് ആ സുഖം അതേ അളവിൽ കിട്ടുന്നുണ്ട്. തീർന്നു പോകുന്ന സുഖങ്ങളുടെ, ആനന്ദങ്ങളുടെ, ആശ്വാസങ്ങളുടെ, ആസ്വാദനങ്ങളുടെ ലോകത്താണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅലമു أنما الحياة الدنيا لعب وله وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം, ഇതൊരു കളിയാണ്, ഇതൊരു വിനോദമാണ്, ഇതൊരു തമാശയാണ്, ഇതൊരു സൗന്ദര്യ പ്രകടനമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെരുമ നടിക്കലുകളാണ്. ഓരോ പ്രായത്തിൽ ഓരോ മനുഷ്യന് തോന്നുന്ന, അന്ന് തോന്നുന്ന രസങ്ങൾ എന്താണോ അത് ഓരോന്ന് എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ലൈബ്, ചെറുപ്പത്തിൽ നമുക്ക് കളി തന്നെയാണ്. അന്ന് നമുക്ക് ഏറ്റവും വലിയ കാര്യം കളിക്കാനാണ്. കുട്ടികൾ ചോദിക്കും, സാറേ കളിക്കാൻ വിടുമോ, പീട്ടി തരുമോ? കളി തന്നെയാണ്, ചെറുപ്പത്തിൽ കളി തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിനോദങ്ങളാണ്. വിനോദങ്ങൾ, കാഴ്ചകൾ, കേൾവികൾ, ഭക്ഷണങ്ങൾ, പലയിടങ്ങളിലൂടെയുമുള്ള യാത്രകൾ, തനിക്കിഷ്ടപ്പെട്ടവരോടൊപ്പമുള്ള വിനോദങ്ങളിൽ മുഴുകിയിട്ടുള്ള നിമിഷങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ സീനത്താണ്, അലങ്കാരമാണ്, സൗന്ദര്യബോധം ജനിക്കുന്ന പ്രായമാണ്, അല്ലേ? അതും കഴിഞ്ഞാൽ പിന്നെ തഫാഖുറാണ്. കുറച്ച് കാശുണ്ടാക്കി, കുറച്ച് വീട് വെച്ച്, മക്കളായി, ഉദ്യോഗമായി, ഇതെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ജോലി, എൻ്റെ വരുമാനം, എൻ്റെ മക്കള്, എൻ്റെ വീട്, എൻ്റെ കയ്യിലുള്ള ആസ്തി, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പെരുമ നടിക്കലാണ്. പിന്നെയോ ആ ഒരു അഹങ്കാരത്തിൻ്റെത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവയെക്കുറിച്ചുള്ള പെരുമ, അത് പ്രായത്തിൻ്റെ അവസാന സമയത്ത് അതാണ്. എൻ്റെ മകൻ ഒരാൾ അമേരിക്കയിലാണ്, മറ്റൊരാൾ UK അല്ലേ? ഇങ്ങനെ ഓരോ ഏജ് ലെവലിൽ ഓരോന്നിങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷകരമായി തോന്നണം. ഏജ് മാറുമ്പോൾ പിന്നെ ആ സന്തോഷം നമുക്ക് സന്തോഷമല്ലാതായി മാറുക. ചെറുപ്പത്തിൽ നമുക്ക് ഭയങ്കര രസമായി തോന്നിയത് ഇപ്പം രസമല്ലാതായി തോന്നുകയാണ്. ഇപ്പം ചിലത് തമാശയായി തോന്നുകയാണ്, ചിലത് ഓർക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ലജ്ജ തോന്നുകയാണ്, മടി തോന്നുകയാണ്, അല്ലേ? ഇപ്പം നിൽക്കുന്ന ആ ഒരു ഉയർച്ചയിൽ നിന്നുകൊണ്ട് നമ്മൾ അന്ന് ചെയ്ത കുറേ വിവരക്കേടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ലജ്ജ തോന്നുകയാണ്. ഇങ്ങനെ ഓരോ കാലത്തിൻ്റെ ഇമോഷൻസും, ഓരോ കാലത്തിൻ്റെ സന്തോഷവും ഹാപ്പിനെസ്സും എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ കടന്നങ്ങനെ പോവാണ് മനുഷ്യൻ. ഏതുപോലെ? കമസലി ഗൈസ്, ആകാശത്തു നിന്ന് മഴ പെയ്യുന്നത് പോലെ. അഅജബൽ കുഫാറ നബാതു, മഴ ഊറ്റിക്കുടിച്ച് വെള്ളം ഭൂമി അതിൻ്റെ വിത്തിന് മുളപ്പിക്കാണ്. അഅജബൽ കുഫാറ നബാതു, കർഷകൻ വിത്ത് വിതച്ച് പോയിട്ടുണ്ട്, മഴയിൽ ഭൂമി ഇങ്ങനെ പച്ച വിരിച്ച് നിൽക്കുകയാണ്. അത് മുളച്ചു പൊങ്ങുന്നത് കാണുമ്പോൾ അയാൾക്ക് സന്തോഷം തോന്നാണ്. പിന്നീട് ആ പച്ച വിരിച്ചത് എന്ത് ചെയ്യാണ്? ഉണങ്ങിപ്പോവാണ്, മഞ്ഞ നിറത്തിലാവാണ് ഇല, പിന്നീടത് ഉണങ്ങിപ്പോവാണ്, പിന്നീടത് നിലമ്പൊത്താണ്. ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആനന്ദങ്ങളും, എല്ലാ സന്തോഷങ്ങളും ഒന്നും ഇവിടെ നിലനിൽക്കുന്നതില്ല. നമ്മളൊരു ആരോഗ്യം ഒന്ന് ആലോചിച്ച് നോക്കി. ആരോഗ്യം 40 കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കണം എന്നാ പറയാ, അല്ലേ? 40 കഴിഞ്ഞാൽ പിന്നെ ജിമ്മിൽ പോയിട്ട് എല്ലാം കൂടെ എടുത്താളരുത്, ശ്രദ്ധിക്കണം. ഓരോ വേദനകൾ തുടങ്ങും, ഓരോ പ്രയാസങ്ങൾ തുടങ്ങും, ഓരോ ഇഞ്ചുറീസ് തുടങ്ങും. 40-നപ്പുറത്ത് നല്ലോണം ശ്രദ്ധിക്കണം എന്നാ പറയുന്നത്. അപ്പോൾ ഏതാ നിൽക്കണേ? ഗ്ലാമർ. കുറച്ച് കഴിഞ്ഞാൽ മുടി നിരക്കാണ്, തൊലി ചുളിയാണ്, നമ്മുടെ കൺതടങ്ങൾ കറുത്തു പോവാണ്, നമ്മുടെ ഫിഗർ അത് കുറഞ്ഞു പോവാണ്, സമ്പത്ത് ചെലവഴിക്കും തോറും ഇല്ലാതായി പോവാണ്.
ഒരു വീടും ഒരു സൗകര്യവും സംവിധാനമൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആ വീട്ടിൽ തന്നെ എന്നും പോകുമ്പോൾ പിന്നെ ആ കാഴ്ചയും ആനന്ദമൊന്നുമില്ല. വീടിൻ്റെ കോരൊക്കെ ഒന്ന് മാറ്റണം, രൂപമൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ള ഒരു ധാരണ വരികയാണ്. ഏതെവിടെ നിൽക്കണേ? ഒന്നും നിൽക്കണില്ല. ദീന് പാലിച്ചുകൊണ്ട് അനുവദിച്ചത് ആസ്വദിച്ചു പോയാലും അനുവദിക്കാത്ത ഇടങ്ങൾ തള്ളിത്തുറന്ന് അവിടെയുള്ള ആസ്വാദനങ്ങൾ നമ്മൾ നുകർന്നാലും എല്ലാം ലിമിറ്റഡാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കും. ഇവിടുത്തെ സന്തോഷം, ഇവിടുത്തെ ആനന്ദം, ഇവിടുത്തെ അടിപൊളികളും, ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ പാനീയം, ഇവിടുത്തെ വേഷവിധാനങ്ങളും, ഇവിടുത്തെ ലൈംഗിക സുഖം, ഇവിടുത്തെ സാമ്പത്തികം, ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ വഞ്ചിച്ച് കളയും. ഇവിടെ തന്നെയാണ് ജീവിതം എന്നൊക്കെ തോന്നിപ്പിക്കും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, വിശ്വാസികളെ, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. വഖ്ശൗ യൗമാ, ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണം. എന്താ ദിവസത്തിൻ്റെ പ്രത്യേകത? അന്ന് ഒരു പാരൻസിനും മക്കൾ ഉപകാരപ്പെടില്ല, ഒരു മക്കൾക്കും പാരൻസ് ഉപകാരപ്പെടില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്. ഈ ദുനിയാവിൻ്റെ സൗകര്യവും സംവിധാനമൊക്കെ നമ്മളെ വഞ്ചിക്കും. മനസ്സിലായില്ലേ? നമ്മൾ മേലക്ക് നോക്കും തോറും നമുക്ക് കിട്ടിയൊന്നും പോരാതെയാവും. നമുക്ക് ആർത്തി ഉണ്ടാവും, ദുനിയാവിനോട് ആർത്തി ഉണ്ടാവും. കൂടുതൽ നല്ല സൗന്ദര്യം വേണം, നല്ല ആരോഗ്യം വേണം, നല്ല സമ്പത്ത് വേണം, വീടും ഇതൊക്കെ ഇങ്ങനെ പോരാ. നമ്മളെ വീടൊക്കെ എന്ത് വീടാണീൻ്റെ മുമ്പ് നമുക്ക് എന്തേനി ഒരു പെരയായി കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും എന്നുള്ള മനസ്സിലില്ലേ. വീടായി കഴിഞ്ഞപ്പോൾ പിന്നെന്തായി, എത്തപ്പം നമ്മളെ പെര ചുട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുക. കുറച്ചൊന്ന് വിശാലപ്പെടുത്തിയാൽ മതി. ഇനി കുറച്ചൊക്കെ ഒന്ന് പുതിയ വർക്കൊക്കെ ചെയ്താൽ, ഗ്ലാസ്സിലെ വർക്കൊക്കെ ഉണ്ടല്ലോ, എന്താ രസം. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ മതി. എന്താണ് ഈ ദുനിയാവിൻ്റെ പ്രത്യേകത? ഇതിനേക്കാൾ മുകളിലുള്ളത് കാണുമ്പോൾ ഇതൊന്നും എന്തോ ആവില്ല. അപ്പൊ അത് കാണാനും അത് ചെയ്യാനും അത് നുകരാനും അനുഭവിക്കാനൊക്കെ ഉള്ളൊരു മനസ്സാണ് നമ്മുടെ ഉള്ളിലുണ്ടാവുക. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഫലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. പരമവഞ്ചകനായ പിശാചിന്റെ പടം. ആ പിശാചിന്റെ പണി എന്താ അറിയുങ്ങള്? പിശാചിന്റെ പണി തസീനുൽ ബാത്തിൽ, ബാത്തിലായ സംഗതിക്ക് ഭയങ്കര സൗന്ദര്യവും ഭയങ്കര ഇതും കൊടുക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഒരു പണി. അതാണ് അത് ആദമിനെയും ഹവ്വനെയും അല്ലാഹു സ്വർഗത്തിലാക്കിയത്. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? വലക്കും ഫീഹാ മാ തശ്തഹീ അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ആഗ്രഹിക്കണമൊക്കെ ഉണ്ട് ഇവിടെ സ്വർഗത്തിൽ. അങ്ങനെ ആഗ്രഹിക്കണമൊക്കെ ഉള്ള സ്വർഗത്തിൽ അല്ലാഹ് ആദമിനെയും ഹവ്വനെയും പ്രവേശിപ്പിച്ചിട്ട് പറഞ്ഞ് അല്ലേ, ഫലാ തഖറബാ ഹാദിഹി ഷജറ, ആ മരത്തെ കൊണ്ട് അടുക്കരുത്. പിശാച് വന്നിട്ട് എന്താ പറഞ്ഞത്? ഫഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. ഞാൻ നിങ്ങൾക്ക് ഗുണം മാത്രം പ്രതീക്ഷിക്കുന്ന, നിങ്ങളുടെ അടങ്ങാത്ത സ്നേഹമുള്ള, നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ആനന്ദവും നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള സുഖവും അത് മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു നാസിഹാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയണം, നിങ്ങൾ എന്ത് ചെയ്തോളി, ആ മരത്തിലെ പഴങ്ങൾ കഴിച്ചോളി. അല്ല നിങ്ങളോട് കഴിക്കണ്ടായിരുന്നു. എന്തിനാ നിങ്ങൾ? അന്തകൂനാ മലക്കൈൻ ഔ തകൂനാ മിനൽ ഖാലിദീൻ. നിങ്ങൾ എന്നും ഈ സ്വർഗത്തിൽ നിൽക്കാതെക്കാൻ വേണ്ടി, മലക്കുകളെ പോലെ നിങ്ങൾ ഉന്നതന്മാരാകാതെക്കാൻ വേണ്ടിയാണ് പടച്ചോനെ നിങ്ങളോട് ആ മരത്തെ കൊള്ള അടുക്കരുത് എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് പിശാച് ഹറാമായ കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നല്ല ഒരു പച്ച വിരിച്ച് നല്ല സൗകര്യങ്ങളും അതിലുള്ള നമുക്ക് കിട്ടാനുള്ള വലിയ വലിയ മോഹന വാഗ്ദാനങ്ങളും തന്നിട്ടാണ് പഴിപ്പിക്കുക. എനിക്ക് പലിശ എടുത്തില്ല, നടക്കൂല എൻ്റെ കാര്യം. ജതണ്ട് എടുത്തിട്ട് നല്ല ബിസിനസ് തുടങ്ങിയിട്ടല്ല വരുമാനം അന്നൊക്കെ കൊടുത്തളാ. എനിക്കിപ്പോ ഒരു പെരണ്ടാക്കാൻ, എൻ്റെ മക്കളെ പഠിപ്പിക്കാനോ വകുപ്പ് എനിക്കില്ല എന്നുള്ള കാര്യം അള്ളാഹ്ക്ക് അറിയില്ലേ? പിന്നെ ഇപ്പൊ പലിശ നോക്കിയിട്ട് എന്താ കാര്യം? അള്ളാഹ്ക്ക് അറിയുന്നുള്ള കാര്യം റെഡിയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പലിശ നിഷിദ്ധമാക്കിയെന്നല്ലോ.
അള്ളാഹ് നമുക്ക് അനുവദിച്ച ബൗണ്ടറിയിൽ നിന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ഓർമ്മിപ്പിക്കൂല. ഇതിനൊന്നും കുഴപ്പമില്ല മാനു, ആരാപ്പതൊക്കെ ചെയ്യാത്തത്, ആരാപ്പതൊക്കെ കാണാത്തത്, ആരാപ്പതൊക്കെ വാങ്ങാത്തത് അല്ലേ? ഇങ്ങനെ പിശാച് ഓരോ സാധനത്തിലും വേണ്ടാത്ത ഓരോ സംഗതികൾ ചെയ്യും, ഇട്ടുതരും. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ്ശൈത്താനു ഇല്ലാ ഗുറൂറാ. പിശാച് നിങ്ങളെ മോഹിപ്പിക്കും, പിശാച് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തരും. വമാ യഇദുഹുമുശ്ശൈത്താനു ഇല്ലാ ഗുറൂറാ. പിശാചിന്റെ വാഗ്ദാനങ്ങളൊക്കെ വഞ്ചനയാണ്. അവങ്ങളെ ശത്രുവാണ്, അങ്ങനെ ശത്രുവാണ്. ഒരു ശത്രു വന്നിട്ട് ഞമ്മക്ക് ഇപ്പൊ കണ്ട ഞങ്ങള് അമേരിക്ക ഇസ്രായേലും ചിത്രത്തിലില്ലല്ലോ, ഉണ്ടോ? ഒരു സമാധാനം ഉണ്ടാക്കുന്ന ആൾക്കാരാ അല്ലെ? ലോകത്തുടനീളം അസമാധാനവും കലാപവും യുദ്ധത്തിനും ആഹ്വാനം കൊടുത്ത് അതിനു വേണ്ടിയുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് വർക്കും ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യുക? പ്രശ്നങ്ങൾ അവരെന്നെ ഉണ്ടാക്കുക. പിന്നെ യുദ്ധവും എല്ലാം കഴിഞ്ഞ് 10,000 മരിച്ചു വീണ് നിരവധി സൗധങ്ങൾ തകർക്കപ്പെട്ടതിന് ശേഷം ഇതാ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ, ഇതാ ലോകത്ത് സമാധാനം വിതക്കുന്ന ആൾക്കാർ ഞങ്ങളാ. അതിന്റെ ആൾക്കാർ പോലെ അല്ലേ? കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരാരാ? അതൊക്കെ വേറെ ഓരോ കുറെ ആൾക്കാർ പോലെ അവിടെ കൊണ്ടുപോയി ബോംബിട്ട്, ഇവിടെ കൊണ്ടുപോയി ബോംബിട്ട്. ശൈത്താന്റെ തന്ത്രാണ്. എന്ത്? നന്മയുടെ മുഖം മൂടി ധരിച്ചിട്ടാ വരിക, നന്മയുടെ ഓഫറുകളാ തരിക. പക്ഷെ ഓനാരാ? ശത്രുവാണ്. ശത്രുവിനെ നമ്പാൻ പറ്റൂല. ഇന്നമ ശൈത്താന ലക്കും അദുവ്വ ഫത്തഖിദൂഹു അദുവ്വാ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ സ്വീകരിക്കണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. അവൻ ആളുകളെ ക്ഷണിക്കുന്നത് നരകത്തിക്കാണ്. അള്ളാന്റെ കോടതിയിൽ നിന്ന് വാക്ക് പറഞ്ഞിറങ്ങിയതാ പിശാച്. എന്താ വാക്ക് പറഞ്ഞത്? നീ എന്നെ പിഴച്ചവനാക്കി അല്ലേ? പിഴപ്പിച്ചതിനാൽ അള്ളാഹ്നോട് പറയാണ്, നീ എന്നെ പിഴപ്പിച്ചതിനാൽ നിന്റെ മാർഗത്തിൽ വരുന്ന മുഴുവൻ ആളുകളെയും ഞാൻ തടയും. സുമ്മലാതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഞാൻ നിന്റെ ദാസന്മാരുടെ മുമ്പിലൂടെ വരും, പിമ്പിലൂടെ വരും, വലത്തെ ഭാഗത്ത് കൂടെ വരും, ഇടത്തെ ഭാഗത്ത് കൂടെ വരും. ഭൂരിഭാഗം ആളുകളെ നന്ദി കെട്ടവരായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യണമൊക്കെ നമ്മുടെ സംരക്ഷണത്തിൽ ജീവിക്കണ ഒരാൾ നമ്മളോട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ക്ഷമിക്കുക നമ്മളോട്. നമുക്ക് പുറത്തിരാണ് അള്ളാഹു, വിട്ടുവീഴ്ച തീരാണ്. അള്ളാഹ് ഹലീമായതുകൊണ്ട്, അള്ളാഹ് ഷക്കൂറായതുകൊണ്ട്, അള്ളാഹ് റഹ്മാനും റഹീമും ആയതുകൊണ്ടാണ് ക്ഷമിക്കുന്നത്. പിശാചിന്റെ കൂടെ കൂടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? പിശാചിന്റെ സ്വാധീനമാണ്. പിശാച് അള്ളാഹിന്റെ വഴിയിൽ നിന്ന് ആൾക്കാരെ തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഈ ദുനിയാവും പിശാചും ഇതിന് രണ്ടിനും നിങ്ങൾ സൂക്ഷിച്ചോളി എന്ന് പറഞ്ഞു. ഈ ദുനിയാവിലെ സമ്പത്ത്, ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ, ഈ ദുനിയാവിലെ സ്ത്രീ, ഈ ദുനിയാവിന്റെ പച്ചപ്പ്. അദ്ദുന്യാ ഹുൽവത്തുൻ ഖദിറത്തുൻ. ഈ ദുനിയാവ് ചില ആസ്വാദനം തരുന്നതാണ്, പച്ച വിരിച്ചതാണ്. ഇതൊക്കെ കാണുമ്പോ ഞമ്മക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ എന്നൊക്കെ തോന്നും മനസ്സിൽ. അതാണ് ഈ ദുനിയാവിന്റെ പ്രത്യേകത. നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം, പെണ്ണിനെയും സൂക്ഷിക്കണം. പുരുഷന്മാർക്ക് ഏറ്റവും വലിയ പരീക്ഷണമാക്കി വെച്ചതാണ് സ്ത്രീ. അതുകൊണ്ട് സ്ത്രീകളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ദുനിയാവ് എല്ലാവർക്കും പരീക്ഷണമാണ്. എല്ലാവർക്കും ഇതിന്റെ അല്പാൽപമായിട്ടുള്ള സന്തോഷം, പൈസ ഉണ്ടായാൽ, സൗകര്യം ഉണ്ടായാലുള്ള സന്തോഷം, ഇതൊക്കെ കുറച്ച് എല്ലാവരും നുകർന്നതുകൊണ്ട് അതിലെല്ലാവരും ബുക്കും. മനസ്സിലായില്ലേ? പക്ഷെ ഇത് രണ്ടും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ആരവിടെ നേടിയത്? ആരും നേടിയില്ല. എല്ലാവരും ഇതൊക്കെ വിട്ടെറിഞ്ഞ് പോയവരാണ്. കോടിക്കണക്കിന് പൈസ കൈകാര്യം ചെയ്തവരും അല്ലെ, പട്ടിണി കിടന്നവരും ഒക്കെ ഇവിടുന്ന് കഴിഞ്ഞു പോയവരാണ്. പിന്നെ എന്താ സുഹൃത്തുക്കളെ ജീവിതത്തിലുള്ള ആസ്വാദനം എന്ന് പറഞ്ഞാൽ? ഇതിലൊന്നുമല്ല ആസ്വാദനം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിലെങ്കിലും ആസ്വാദനം ഉണ്ടാവില്ലേ? അതെന്തിലാണ്? അത് ദീനിലാണ്. മനസ്സിലായില്ലേ? ഏറ്റവും ആസ്വാദനമുള്ള ഒരു സാധനം അള്ളാഹ് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ദീനാണ്.
ഈ ദീന് പഠിക്കുന്നത് ആസ്വാദനമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, ലാ റൈബ അന്ന ലദ്ദത്തുൽ ഇൽമി അഅളമുൽ ലദ്ദാത്ത്. ഇൽമിനോളം ആസ്വാദനം കിട്ടുന്ന വേറെ സാധനം ഇവിടെ ഇല്ല. കുറച്ചു നേരം ഖുറാന്റെ തഫ്സീർ വായിക്കുമ്പോൾ, നബിയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ, ഒരു ഖുറാൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് അള്ളാഹിന്റെ ദീനിങ്ങനെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിര് അത് വേറെ തന്നെയാണ്. അത് നമുക്ക് നുകരാൻ പറ്റാത്ത എന്തുകൊണ്ടാ അറിയങ്ങള്? ദുനിയാവിന്റെ കുളിര്, ദുനിയാവിന്റെ സുഖം, ദുനിയാവിന്റെ ആസ്വാദനം, ദുനിയാവിന്റെ ആർത്തി അത് തലക്ക് പിടിച്ചുകൊണ്ടാണ്. അത് കുറച്ച് കഴിഞ്ഞ് ദീനിനോടുള്ളൊരു ഇഷ്ടം നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഭയങ്കര രസം ഉണ്ടാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവശക്തനായ അല്ലാഹു, അല്ലേ, അല്ലാഹു അല്ലാത്ത എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ പടച്ചോൻ, അവനാകുന്നു സർവസ്തുതിയും. ഒറ്റ ആയത്തെടുത്തിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ കണ്ണുകൾ നിറയും, നമ്മുടെ മനസ്സ് കിടക്കും. ഇല്ലായ്മയെക്കുറിച്ചും വല്ലായ്മയെക്കുറിച്ചും ദുനിയാവിനെ കുറിച്ചുമുള്ള നമ്മുടെ ഉള്ളിലുള്ള ആധികളുണ്ടല്ലോ, അതൊക്കെ കുറഞ്ഞു പോയി. എനിക്ക് ദുനിയാവിൽ ഒന്നും വേണ്ട, പഠിച്ചോനെ കിട്ടിയൊക്കെ തന്നെ എമ്പാടുമാണ് തോന്നും. നമ്മൾ പഠിച്ചു നോക്കണം. ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഒരു മാസമൊക്കെ യാത്ര ചെയ്തൊരു സ്വഹാബി, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പ്രതിസന്ധിയിലല്ലേ, ഒരുപാട് തടസ്സങ്ങളല്ലേ, ഓടി വരിക നബിന്റെ അടുത്തേക്ക്, അല്ലേ, ധൃതി പിടിച്ചിട്ട് ഓടി വരിക. അല്ലിംനി ബിമാ അല്ലമകല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ കലാം ഒന്ന് പഠിപ്പിച്ചു തരൂ നബിയേ, ഈ ഖുർആൻ ഒന്ന് പഠിപ്പിച്ചു തരൂ റസൂലേ. അള്ളാഹു നിങ്ങൾക്ക് ഓതിത്തന്നതായ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എനിക്കൊന്ന് ഓതിത്തരൂ നബിയേ. താല്പര്യത്തോടെ വരികയാണ്. ആര്? കണ്ണ് കാണാത്ത സ്വഹാബി. നമ്മളൊക്കെ എത്ര കാലമായി അല്ലെ കണ്ണും തുറന്നുവെച്ച് ഈ ഭൂമിയിൽ ജീവിക്കണ്. പക്ഷെ ഞമ്മക്ക് എത്രത്തോളം ആ ഒരു അല്ലെ ചിന്ത ഉണ്ട്, എത്രത്തോളം ആഗ്രഹിച്ചിട്ട് നമ്മളിതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ. ഈ പ്രപഞ്ചത്തിന് ഈ സൗന്ദര്യം കൊടുത്ത, ഇവിടുത്തെ എല്ലാറ്റിനും ഇത്ര ടേസ്റ്റ് കൊടുത്ത, നമ്മുടെ ശരീരത്തിലെ ഈ കണ്ട പ്രോസസ്സുകളെല്ലാം നിയന്ത്രിക്കുന്ന പടച്ചോന്റെ കലാമല്ലേ ഖുർആന്, അല്ലേ? ഈ റമദാനില് പോലും ഖുർആൻ ഓതാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഖുർആന്റെ ആശയം വായിക്കാൻ പറ്റുന്നുണ്ടോ? 2 പേജ് ഓതുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവല്ലേ, അല്ലേ? ഓതിയാൽ ഒരക്ഷരത്തിന് 10 കൂലിയാണ്. പരലോകത്ത് ആരും കൈപിടിക്കാനില്ലാത്തടത്ത് ഖുർആൻ നമ്മളെ കൈപിടിക്കാണ്. ഈ ദുനിയാവിലെ പ്രതിസന്ധികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് നമുക്ക് ആശ്വാസം തരികയാണ്. രോഗം വരുമ്പോൾ ഖുർആൻ നമ്മളോട് പറയാണ്, ഫലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വത്തമറാത്ത് ഫബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഖുർആൻ നമ്മളെ ആശ്വസിപ്പിക്കാണ്. നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കും? മിനൽ ഖൗഫി, ഭയം കൊണ്ട് പരീക്ഷിക്കും. അല്ല, എത്ര സ്വസ്ഥമായിട്ട് ജീവിച്ച സ്ഥലത്താണ് അല്ലേ, യുദ്ധമുഖരിതമായ അന്തരീക്ഷം ഉണ്ടാവാണ്. ഭയം കൊണ്ട് പരീക്ഷിക്കും, സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും, ദുഃഖം കൊണ്ട് പരീക്ഷിക്കും, വിഭവനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, പ്രളയം കൊണ്ട് പരീക്ഷിക്കും, ആരോഗ്യനഷ്ടം, വിഭവനഷ്ടം, ജീവനഷ്ടം ഒക്കെ പരീക്ഷിക്കും. ക്ഷമിക്കുന്നവർക്കാകുന്ന സമാധാനം. തന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ, നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും നല്ലേക്ക് നടന്നിട്ട് എന്റെ കാര്യമൊന്നും നടക്കണില്ലല്ലോ, പിരാന്ത് പിടിച്ചണ്ട, ക്ഷമിക്ക്. പഠിച്ചോണ്ട് പ്രാർത്ഥിക്ക്. കൂലിട്ടും ക്ഷമിച്ചാ കൂലിട്ടെന്ന്. എന്റെ ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഭാര്യയും കുട്ടി ഇങ്ങനെ ബൈക്കുമ്പോൾ പോകുമ്പോ എന്ത് ചെയ്താ വെച്ചാൽ ആക്സിഡന്റ് ആയി. ഭാര്യയും കുട്ടിയും സ്പോട്ടിൽ മരിച്ചു. മൂപ്പർക്ക് മാരകമായ അപകടം സംഭവിച്ചു. മൂപ്പർ റിക്കവറായി മെല്ലെ മെല്ലെ നടക്കാനായപ്പോ മൂപ്പര് വീടിന്റെ അടുത്ത് വേറൊരു ക്ലാസ് ഉണ്ട്, സ്ത്രീകൾക്ക് മാത്രമല്ല. മൂപ്പര് അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ആ വീട്ടിനകത്ത് കയറി ഇരുന്ന് ക്ലാസ് കേൾക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടോ എന്ന് ചോദിച്ചു. മൂപ്പര് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ലൈഫിൽ ഹജ്ജ് ചെയ്തെന്ന് ചോദിച്ചു. ഇല്ല ഉസ്താദെ, ഹജ്ജിനൊക്കെ ഭയങ്കര ചിലവല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഹജ്ജിനേക്കാൾ മഹത്തരമായ ഒരു ഇബാദത്തിലാണ് താങ്കളുള്ളത്, അതിൻ്റെ പേരാണ് ക്ഷമ. ഹജ്ജിനേക്കാൾ മഹത്തരമായ ഒരു കർമ്മത്തിലാണ് താങ്കളുള്ളത്.
അതെന്താ? ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾക്ക് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട്. ഇസ്ബിറൂ വസാബിറൂ വറാബിതൂ. നിങ്ങൾ ക്ഷമിക്കുക ഖുർആൻ പറഞ്ഞു. ഖുർആൻ നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പൊളിഞ്ഞിട്ട് ആക്കേണ്ട തൂഫാനായി വിചാരിച്ചോടി. എന്താ കാട്ടണ്ടെന്ന് അറിയില്ലായിരിച്ചോടി. എവിടേക്ക് നോക്കിയാലും എന്തിപ്പ ചെയ്ത് ഇജിന്തിപ്പ ആലോചിക്കാൻ എനിക്കൊന്ന് ശ്രദ്ധിച്ച് ചെയ്തുകൂടായിരുന്നോ, എക്സ്പേർട്സിനോട് ഡിസ്കസ് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുക. എല്ലാം തകർന്ന് തെരിപ്പണായി കിടക്കുന്ന ആളോടെ അള്ളാന്റെ ഖുർആൻ തുറക്കുമ്പോൾ അള്ളാഹ് അങ്ങനെ പറയുമ്പോൾ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയാ, സമ്പത്തും സന്താനങ്ങളും അലങ്കാരമാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾക്ക് പരീക്ഷണം. ഈ മക്കളിപ്പോൾ പെട്ടെന്ന് മരിച്ചു, ഇപ്പം എന്താ ചെയ്യണ്ടേ? അള്ളാന്റെ തീരുമാനമാണ്. ഖദറുല്ലാഹു മാ ശാ ഫഅല. അള്ളാന്റെ തീരുമാനമാണ് അല്ലേ? അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറഞ്ഞാല് മലക്കളോട് അല്ലാഹ് പറയും, സ്വർഗത്തിൽ ഒരു ബൈത്തുൽ ഹംദാണ് പണിത് വെച്ചാളി. എന്തിന്? സ്വന്തം കുട്ടികൾ മരിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ, ഇന്നാ ലില്ലാഹ് എന്നാണ് പറഞ്ഞപ്പോൾ അല്ലേ? പുതിയ കാറുമ്മ ഒരു വിരട് വീഴുക എന്നാലോചിക്കാൻ. പുതിയ കാറ് പോയിട്ട് എവിടെയാണ് കുത്തുക, പമ്പറൊക്കെ പൊട്ടുക അല്ലേ? ഹൃദയം കീറൂലേ? ദീനിന് വലിയ പൊട്ടലും ചീറ്റലും സംഭവിച്ച ആർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ സുഹൃത്തുക്കൾ ദുനിയാവാണ്. ഇത് കാറ് ജനം മരിച്ചു കൊള്ള, പിന്നീട് എൻ്റെ കാറ് എല്ലാം പോവാനുള്ളല്ലേ. അവിടെ ഖുർആൻ നമുക്ക് ആശ്വാസം തരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ ആക്ഷേപിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റപ്പെടുത്തിയപ്പോൾ റസൂലിന് സങ്കടം ഉണ്ടായി. എന്ത്? വഹി ഇറങ്ങാൻ ചെറിയൊരു ഗ്യാപ്പ് വന്ന്. അപ്പൊ മക്കത്തെ മുശ്രിക്കുകൾ കിട്ടിയ അവസരല്ലേ, മുഹമ്മദ് എന്നെ ബാധിച്ച് ജിന്ന് ഇറങ്ങിപ്പോയില്ല, ഇനി എന്താ കാട്ടുവെച്ച് മൊത്തം പരക്കെ കാട്ടുതീ പോലെ സ്പ്രെഡാകാണ്. മുഹമ്മദിനെ അള്ള കൈവിട്ട്, മുഹമ്മദിനെ അള്ള ഒഴിവാക്കി, മുഹമ്മദിനെ ജിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കുറച്ച് ഗ്യാപ്പ് വന്നിന് അള്ള 2 സൂറത്ത് ഒരുമിച്ചാണ് കൊടുത്തത്. സൂറത്തുൽ വഹീം, സൂറത്തുൽ ഇൻശിറാഹും. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. അല്ലാഹുവിന്റെ റസൂലേ, ദുഹാ തന്നെയാണ് സത്യം അല്ലേ? വല്ലൈലി ഇദാ സജാ, രാത്രി ഇരുട്ടി വരുമ്പോൾ അതിൻ്റെ ആ ഇരുള്, അതിൻ്റെ ആ ഭീകരത, അത് തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ രാത്രി ഇരുളാകുമ്പോ നീ വിചാരിക്കണ്ട ഇനി കൂരിരുട്ടാണ്, ഒരു പകല് വരാനുണ്ട്. അല്ലാഹു നബിയെ നിങ്ങളെ കൈവടിഞ്ഞിട്ടില്ല, അല്ലാഹു നിങ്ങളോട് കോപിച്ചിട്ടില്ല. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. ഈ ദുനിയാവിൽ താങ്കളെ ബാധിക്കണ വിഷമങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ ഇടങ്ങേറാണ്ട. നിങ്ങൾ അതൊന്നും ആലോചിച്ച് ഇടങ്ങാറാണ്ട. നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി? നിങ്ങൾ ആഖിറത്ത് ആലോചിച്ചാൽ മതി. ഇവിടെ എത്ര കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി, ഇതൊക്കെ പോവാനുള്ള. അപ്പൊ ഖുർആൻ നമ്മളെങ്ങനെ കൊണ്ടെടുക്കണേ അല്ലേ? ഒരു കുഞ്ഞു കുട്ടിയെ അപകടത്തില്, വലിയൊരു അപകടം ഉണ്ടാവുമ്പോ ഉമ്മ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിക്കാണ്. പിന്നെ ആ ഉമ്മ കടന്ന് ഉരുണ്ട് മറിഞ്ഞ് തിരിഞ്ഞൊക്കെ പോവാണ്. പക്ഷെ കുട്ടിക്കൊരു പോറലുമില്ല. ഇതുപോലെ ഖുർആൻ നമ്മളെ ചേർത്ത് പിടിക്കും സഹോദരന്മാരെ. നമുക്കത് അറിയില്ല. ഇത് ഞാനത് ഓതിയില്ല, നമ്മളത് ഓതിയില്ല, ആരും ഓതിയില്ല. ഇപ്പം നമ്മൾ ഈ പുഴ ഇങ്ങനെ കാണുന്നുണ്ട് നല്ലത്, ഇതിൻ്റെ അടിയിലെന്താ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഇതേമാതിരി നമ്മൾ ഖുർആന്റെ പതിപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. ഏത്? ഖുർആന്റെ പുറംചട്ടി, അതിലെ ആയത്തുകളൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ അള്ളാഹ് ഖുർആൻ ഇറക്കിയത് പഠിക്കാനും പുതിയതിടല്ലേ. ഇങ്ങോട്ട് കയറി എണീക്കൂലെന്ന് ഉറപ്പില്ലൂല്ലേ? എണീക്കും ഉറപ്പില്ല. അങ്ങോട്ട് കഴിച്ചു. ഇത്ര ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ ശാന്തമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്താ നമ്മളിതിങ്ങനെ കാണുന്നുണ്ടെന്നല്ല, ഇതിന്റെ അടി നമ്മൾ കാണുന്നില്ലല്ലോ. ഇതുപോലെ നമ്മൾ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ നമ്മൾ കാണുന്നുണ്ട്, ഖുർആൻ നമ്മൾ ഓതുന്നുണ്ട്. ഹസൻ ബസരി റഹ്മഹുല്ലാഹ് പറഞ്ഞ പോലെ അദ്ദേഹം പറയണം, ഖുർആൻ അല്ലാഹ് ഇറക്കിയത് എന്തിനറിയും? അത് പഠിക്കാനും പ്രവർത്തിക്കാനുമാണ്. ഏത്?
ഖുർആന് പഠിക്കാനും അത് പ്രവർത്തിക്കാനുമാണ് പടച്ചോൻ നമുക്ക് തന്നത്. അതിലൊരു ആയത്തെടുത്തിട്ടുണ്ട് ഓതുമ്പോ ഭയങ്കര അത്ഭുതമാണ്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖദ് ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. എന്താണ് വചനം പറയുന്നത്? മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഡിഫറൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ എന്താ പറയുന്നത്? വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. രാവും പകലും ഡിഫറൻ്റ് അല്ലേ? വെറുതെ എടുത്ത് സത്യം ചെയ്തു എന്നല്ല, ആ സന്ദർഭത്തിന് യോജിക്കുന്ന പദപ്രയോഗം അള്ളാഹ് നടത്തണേ. രാത്രി പകല്. പിന്നെയോ വമാ ഖലഖദ് ദകറ വൽ ഉൻസാ, ആണ് പെണ്ണ്. പിന്നെ അള്ളാഹ് പറഞ്ഞത് രണ്ട് ഡിഫറൻ്റ് ആയ സാധനം, രാവ് പകല്, ആണ് പെണ്ണ്. എന്നിട്ട് പറയാ ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രണ്ട് വിധത്തിലാണ്. ഒന്നാമത്തെ വിധം ഏതാണ്? ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ, നൽകുന്നവർ, ഖുർആനെ സത്യപ്പെടുത്തുന്നവർ, പടച്ചറബിനെ സൂക്ഷിച്ച് തഖ്വ പാലിക്കുന്നവർ, അതൊരു വിഭാഗമാണ്. വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്നാ ഫസനയസ്സിറുഹു ലിൽ ഉസ്റാ. രണ്ടാമത്തെ ടീം കളവാക്കിയവരാണ്, ഇസ്തിഗ്നാ നടിച്ചവനാണ്. എന്താ ഇസ്തിഗ്നാ? പടച്ചോനെ മറന്നിട്ട് ഞാനൊക്കെ നേടിയവനാണ്, എനിക്കൊക്കെ ഉള്ളതാണ്, ഞാനൊക്കെ എമ്പാടുമാണ്, എനിക്ക് ഞാൻ തന്നെ മതിയായവനാണ്, ദീനും പടച്ചോനും പരലോകവും നബി ഇതൊന്നും എനിക്ക് മാണ്ട, അതൊക്കെ നുണയാണ്. അങ്ങനത്തെ ഒരു ടീം. മറ്റൊരു ടീം പടച്ചോനെ പാലിച്ച്, പടച്ചോന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണം. മറ്റൊരു ടീം. രണ്ട് ടീം. ഈ രണ്ട് ടീമിനെ പറയാൻ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇതൊക്കെ പിന്നെ പറയണ സൂറത്ത് ലൈലൊന്ന് വായിച്ചു നോക്കണ്ടി. അത് പറയാൻ അള്ളാഹിന്റെ സൃഷ്ടിപ്പിലെ രണ്ട് സംഗതിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്. ഇപ്പൊ ഖുർആന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഈ നോമ്പിനെ കുറിച്ച് പറയുമ്പോഴേ, നോമ്പിനെ കുറിച്ച് ഖുർആനിൽ പറയില്ലേ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, അതൊക്കെ ഇങ്ങനെ പറയാണ്. ശഹ്റു റമദാൻ ഇതൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് അള്ളാഹ് കൊണ്ടിട്ട് എന്താ പറയുന്നത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അതിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് പ്രാർത്ഥനന്റെ ആയത്തെ കൊണ്ടിട്ട് എന്തിനാ നിങ്ങൾ ഈ നോമ്പിലും ഈ ഖുർആൻ പാരായണത്തിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട സാധനമാണ് പ്രാർത്ഥന. കാരണം നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമല്ല. സ്വാഇമിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കിട്ടാണ്ട്, എന്തെല്ലാം നമുക്ക് ഭയമുണ്ട് അല്ലേ, എന്തെല്ലാം നമുക്ക് ആശങ്കകളുണ്ട്, ഇതൊക്കെ നമ്മളെ തലയിൽ കൊണ്ടുനടന്ന തല മുടി നിരക്കുന്നല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് നടക്കുന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? വലിയുൻ ഹമീദ് ലത്തീഫുൻ ഖബീർ. വലിയ ഒരു അശക്തിയുമില്ലാത്ത ധന്യനാണ്. ലത്തീഫുൻ ഖബീർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഡെപ്തിൽ ഒരു കാര്യത്തെ കൃത്യമായി അറിയുന്നവെന്നാണ്, ലാഹിറും ബാത്തിനും അറിയുന്നവെന്നാണ് ലത്തീഫുൻ ഖബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. അങ്ങനെ ഒരു പഠിച്ചുകൊണ്ടാകുമ്പോൾ ഓനോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആനിൽ യസ്അലൂനക എന്നുള്ള പ്രയോഗം കുറേ ഉണ്ട് കേട്ടോ. 10-15 സ്ഥലത്തുണ്ട് യസ്അലൂനക, നബി അവർ നിന്നോട് ചോദിക്കുന്നു എന്ന്. അവിടെയൊക്കെ അള്ളാന്റെ ശൈലി എന്താ? യസ്അലൂനക അനിൽ ജിബാൽ ഖുൽ യൻസിഫുഹാ റബ്ബീ നസ്ഫാ യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി ബിൽ ഹജ്ജ്. അവിടെയൊക്കെ എന്താ പറയുക? അവർ നിന്നോട് നബിയെ നിന്നോട് പർവ്വതങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. നബിയെ നീ പറയുക, നിന്റെ റബ്ബ് അതിനൊക്കെ പൊടിയാക്കുന്നു. അവിടെയൊക്കെ കുൽ നബിയെ ഇജ്ജ് പറയുന്ന പറയുന്നത്. എന്നാ ഇവിടെ എന്താ പറഞ്ഞാൽ നിങ്ങള് ഇദാ സഅലക ഇബാദി, എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് ചോദിച്ചാൽ നബിയെ താങ്കൾ പറയുക എന്നല്ല, അള്ളാഹ് പറയാണ് അന്നീ ഖരീബ്, ഞാൻ അവരുടെ അടുത്തുള്ളവരാണ്. എന്താ അർത്ഥം? എന്താ വെച്ചാൽ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്, അത് പറയാന്, അത് ചെയ്യാന് അള്ളാഹ്ക്കൊരു ഇടയാടന ആവശ്യമില്ല എന്ന്. അതുകൊണ്ടാണ് ആ ശൈലി പ്രയോഗിച്ചതെന്ന് തഫ്സീർ പറയുന്നത്. ഖുർആൻ്റെ ഓരോ വാക്കുകളും ഓരോ ആയത്തുകളും നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ സഹോദരന്മാരെ, നമ്മളിപ്പം ഭയങ്കര സന്തോഷമായി കാണുന്ന സംഭവം ആവില്ല, പിന്നെ സന്തോഷം. ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയിട്ട്, ഈ പരിസരത്തൊക്കെ തന്നെയാണത്, ഒരു വ്യക്തി ഉണ്ടാക്കിയ ഒരു വലിയൊരു പള്ളി. മാഷാ അല്ലാഹ്, അല്ലാഹ് കൂലി കൊടുക്കട്ടെ അദ്ദേഹത്തിന്. നമുക്കൊക്കെ അങ്ങനെ സ്വപ്നം വേണം കേട്ടോ.
സ്വപ്നമാണ് ഒരു ഹജ്ജ് ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കണം എന്നൊക്കെ സ്വപ്നം കാണണം. ഈ കൂലിപ്പണിയായിട്ട് ഞാനെങ്ങനെ പള്ളി, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, സ്വപ്നം കാണാമല്ലോ അല്ലേ. അദ്ദേഹം ഒരു പള്ളി ഉണ്ടാക്കി. എൻ്റെ മൂപ്പര് ആ പള്ളിയിൽ പോയിട്ട് ഞാൻ ക്ലാസ്സൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൂപ്പര് വീട്ടിൽ ചെന്ന് വലിയൊരു വീട്, ഒരു മെയിൻ്റനൻസും ചെയ്യാത്ത വലിയൊരു വീട്. അപ്പോൾ ഞാൻ എന്തപ്പതൊക്കെ ഇങ്ങനെ കിടക്കണ മൂപ്പരുണ്ട്. അതൊക്കെ നോക്കി നമ്മൾ ഇതിമൊക്കെ തന്നെയാണ് ശ്രദ്ധ. അതൊക്കെ തന്നെ മണിക്കൂറുകൾ സമയം ചിലവാക്കി എഞ്ചിനീയർമാരെ മാറി മാറി വിളിച്ച് അങ്ങനെയൊക്കെ വരച്ചുണ്ടാക്കിയ പെരന്നെയാണ്. പക്ഷെ ഹിദായത്തിന് കിട്ടിയപ്പോൾ പിന്നെ അറ്റൻഷൻ മാറി. പിന്നെ അറ്റൻഷൻ ഫുള്ള് സ്വർഗത്തുമ്മലായി, ദീനുമ്മലായി. പിന്നെ ആസ്വാദനം ഫുള്ള് ദീനിയായ സംഗതിയിലായി. നിസ്കാരത്തിലും നോമ്പിലും എല്ലാ റമദാനിലെ അവസാനത്തെ 10 മുമ്പ് ഉംറക്ക് പോകും, അല്ലെങ്കിൽ നാട്ടിലെ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കും. ഫുൾ ടൈം പള്ളിയുടെ പരിചരണം, അവിടുത്തെ ദിക്ർ ദുആ, അവിടുത്തെ ക്ലാസ്സുകളായിട്ട് അങ്ങനെ ജീവിക്കണം. പെര ചെന്ന് നോക്കുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു പെരയാണ്. ഒരു മെയിൻ്റനൻസ് ചെയ്യാതിട്ടൊക്കെ അതാ ജാഹിലിയത്തിലുണ്ടാക്കി പെരയാണ്. അപ്പം എന്താ നിങ്ങൾ ഈ ദീനിൻ്റെ ഹലാവത്ത് അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരു സംഭവമില്ല. നമുക്കിപ്പോൾ വലിയ സംഭവം എന്താണ്? നമ്മുടെ വേഷവും നമ്മുടെ ബ്യൂട്ടിയും നമ്മുടെ ഡ്രസ്സും അല്ലേ, മറ്റുള്ളവരുടെ അടുത്തുള്ള ഫോണും മറ്റുള്ളവരുടെ കാറും. ആൾക്കാരിങ്ങനെ ഒന്നിങ്ങനെ തൊട്ടൊക്കെ ഇതെന്താ സാധനം, വേറെല്ലോരുടെ കമ്പനിയും ബ്രാൻഡും ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അത് ആലോചിച്ച് ഇങ്ങനെ നടക്കാൻ നമുക്ക് പണി അല്ലേ. സ്വതവേ ദീനം ഇങ്ങോട്ട് ഇറങ്ങിയ പിന്നെ ഇതൊന്നും ഒന്നല്ല. അപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോരി, ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ ഒരു കൂലി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോരി, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, പക്ഷെ ഹറാമ് വേണ്ടട്ടോ. അല്ല എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈബാക്കണം, ചില്ലാക്കണം, ദുബായിൽ പോകണം, ഒന്നല്ല, അതൊക്കെ മതി. തീരാൻ കിട്ടി അങ്ങനെ. ലോ അലിമൽ മുലൂക്ക് വഅബ്നാഉൽ മുലൂക്ക് മാ നഹ്നു ഫീ. നമ്മൾ സാധാരണക്കാരായ മുഅ്മിനീങ്ങളായ സാധുക്കൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അറിഞ്ഞിരുന്നെങ്കിൽ അവർ നമ്മളുമായി യുദ്ധം ചെയ്യുമായിരുന്നു. നമുക്കറിയാം ഏറ്റവും ഹാപ്പിനെസ് ലൈഫ് നയിക്കുന്ന ആരാണ്? നമ്മൾ വിചാരിച്ചാൽ ബിൽ ഗേറ്റ്സും മറ്റു വലിയ വലിയ പൈസക്കാരൊക്കെ വിചാരിച്ചു നിങ്ങൾ അവർക്കൊക്കെ ലൈഫുണ്ടോ? കോടിക്കണക്കിന് ആസ്തി ഉണ്ടാവും. 9,000 കോടി ആസ്തിയുള്ള ആളാണ്. കോൺഫിഡൻ്റ് എന്ന ഗ്രൂപ്പിൻ്റെ പേര് തന്നെ. സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് വെടിയുതിർത്ത് മരിച്ചില്ലേ, മോട്ടിവേറ്ററാണ് അദ്ദേഹം. ഒരുപാട് ആളുകളെ സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹം. ജീവിത പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന ആൾക്കാർക്ക് ഗൈഡൻസ് കൊടുത്ത ആളാണ് അദ്ദേഹം. എന്തേ? മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ ഉള്ളറകളെ തേടി യാത്ര ചെയ്ത് മോഡേൺ ഹ്യൂമൻ സൈക്കോളജിയുടെ ഫാദർ എന്ന പേര് കിട്ടിയ സിഗ്മണ്ട് ഫ്രോയിഡ് മരിച്ചെങ്ങനെ പഠിച്ചു നോക്കി. വലിയ വലിയ ഭരണാധികാരികൾ മരിച്ചതെങ്ങനെ, വലിയ വലിയ അവാർഡ് ജേതാക്കൾ മരിച്ചതെങ്ങനെ. ജീവിതത്തിൽ ഡിപ്രഷൻ വന്നിട്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടായത്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള കെൽപ്പവർക്ക് ഉണ്ടായില്ല. എന്നാലേ പട്ടിണി പാവങ്ങളായി ഉടുതുണിക്കും മറുതുണിയില്ലാതെ മുസ്ലിമാണെന്ന് പുറത്തേക്ക് ഇറങ്ങിയ തലവെട്ടുന്ന നാട്ടിൽ മുസ്ലിമായി ജീവിച്ച് തൻ്റെ ഇടത്തോടെ പട്ടിണി കിടന്ന് ജീവിച്ച് കൂരയിൽ സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് ജീവിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ നീണ്ട 400 ചില്ലാനം കിലോമീറ്റർ, യാതൊരു ഫെസിലിറ്റിയും ഇല്ലാതെ, സൗകര്യങ്ങളും ഇല്ലാതെ, കയ്യിലൊരു വെള്ളക്കുപ്പി പോലും ഇല്ലാതെ, കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ, കറുകറുത്ത ചെരൽക്കല്ലുകൾ വാരി വിതറിയിട്ട മദീനയുടെ മണമടക്കുകളെ താണ്ടിക്കടന്ന് സ്വഹാബത്ത് പലായനം ചെയ്തു പോയി. ജീവിതം കൊണ്ട് സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും നിങ്ങളെ കൈക്കണ് തന്നാല് മക്ക വിട്ട് പോകാൻ സമ്മതിക്കോയിച്ച് സമ്മതിക്കും പറഞ്ഞു. എന്നാ പിടിച്ചോളിയായിരുന്നു എല്ലാ പൈസയും അടുത്തെടുത്ത്. ഇത് പൈസ അതിനേക്കാൾ വലിയ ഹാപ്പിനെസിന്റെ ടൂള് നമ്മുടെ അടുത്തുള്ള ദീനാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തൗഹീദ് പറഞ്ഞിട്ട് അങ്ങനെ ജയിലിൽ കൊണ്ടിടാണ്. മറുപടി പറയാനൊന്നും കഴിയാത്തോണ്ട് പിടിച്ചങ്ങനെ ജയിലിൽ കൊണ്ടിടാ. അദ്ദേഹം പറയണേ, ഇന്ന ബുസ്താനി വജന്നതി ഫീ സദ്രി, എന്റെ ബുസ്താൻ, എന്റെ സ്വർഗം എന്റെ ഹൃദയത്തിനകത്താണ്, എന്റെ ഹൃദയത്തിനകത്താണ്. നിങ്ങളെന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ ഞാൻ ആകെ കൂടെ ഇടങ്ങാറായിട്ട് മരിച്ചെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ചൂക്കും ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു പേടി, ഒരു നിയമം വരുമ്പോഴത്തിന് പേടി, ഒരു സംഗതി കേൾക്കുമ്പോഴത്തിന് പേടി, ഒരു അസുഖം ബാധിക്കുമ്പോലെ, ഒരു പകർച്ചവ്യാധി വരുമ്പോഴത്തിന് പേടി. ഭയങ്കര ധൈര്യശാലികളാണ്. മസിലും പിടിച്ച് നടക്കണാണ്ടാ തോന്നുന്നു നമ്മളെ കാലാണ് ഭൂമിൻ്റെ അച്ഛരണ്ട് എന്ന്. എന്നാ പേടിയോ, പേടി അങ്ങേ അറ്റത്തെ ടോപ്പിലുള്ളത്. അതുകൊണ്ട് ഈ പേടിയൊക്കെ എന്താ നിങ്ങൾ നമ്മൾ ശരിക്കും നമ്മളെ ദീനിൻ്റെ ഹലാവത്ത് നുകർന്നിട്ടില്ല. അത് നുകരണം.
ബിലാൽ റബാഹിനോട് ചോദിച്ചു, കൈഫ സബർത യാ ബിലാൽ, ബിലാൽ താങ്കൾ എങ്ങനെയാണ് മാരകമായ ഈ പീഡനങ്ങൾ സഹിച്ചത്? കഴുത്തിൽ കയറ് കെട്ടിയിട്ട് ഒരു മനുഷ്യനെ തെരുവോരങ്ങളിലൂടെ വലിച്ചിഴക്ക മക്കയുടെ മൺതരികൾ നമ്മൾ കണ്ടല്ലേ, ഹറമു പോയവർ കണ്ടല്ലേ, എത്ര പരുഷമാണ് ആ മണ്ണ് അല്ലെ? ചെറിയ ചെറിയ കല്ലുകളുള്ള ആ മണ്ണിലൂടെയാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിട്ടിട്ട് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോയത്. ആളുകൾ ചോദിച്ചു, കൈഫ സബർത യാ ബിലാൽ, ബിലാൽ താങ്കൾ എങ്ങനെയാണ് സഹിച്ചത്, ക്ഷമിച്ചത്? അദ്ദേഹം പറഞ്ഞത്, മസത്തു ഹലാവത്തൽ ഈമാനി ബിമറാറത്തിൽ അദാബ്, ശിക്ഷയുടെ കയ്പ് നീരിലേക്ക് ഈമാനിന്റെ മധുരം ഇങ്ങനെ ചെറിയ ചെറിയ തുള്ളികളാക്കി ഒറ്റിച്ചു കൊടുത്ത്. അപ്പോൾ ശിക്ഷയുടെ വേദന എനിക്ക് നുകരാൻ പറ്റിയില്ല. നമ്മളെപ്പോലത്തെ പച്ചയായ മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഡ്രസ്സ് അയച്ചിട്ടേ ഇരുമ്പിന്റെ പടക്കുപ്പായം ധരിപ്പിച്ചിട്ട് മരുഭൂമി കൊണ്ടുപോയി നിർത്തിയിട്ട് ശക്തമായ ഉച്ചയുടെ ചൂട്, നമ്മുടെ നാട്ടിലെ ചൂടല്ല, നമ്മുടെ നാട്ടിലെ ചൂടല്ല, അറേബ്യൻ നാട്ടിലെ ചൂട്, ആ ചൂടിൽ മരുഭൂമിയെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഉച്ചയുടെ ചൂട് മുഴുവൻ ഈ ഇരുമ്പ് ഏറ്റിട്ട് ശരീരവും തൊലിയും മാംസവും ആ ഇരുമ്പിലേക്ക് ഇങ്ങനെ ഒട്ടും. വൈകുന്നേരം അവർ വന്നിട്ട് ഇങ്ങനെ ഈ എന്താണ് പറയുക, കക്ക എന്താ പറയുക സാധനത്തിൽ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സാധനം, അത് പൊളിച്ചെടുക്കണ പോലെ ആ കുപ്പായ ഇങ്ങോട്ട് വലിച്ചു പറിച്ചിട്ട് ശരീരത്തിന്റെ മാംസവും ഇറച്ചിങ്ങനെ പറഞ്ഞു പോരാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ എന്തിനാ നിങ്ങൾ എവിടെയെങ്കിലും ഒളിഞ്ഞു നോക്കിയനല്ല, ആരെങ്കിലും പൈസ മോഷ്ടിച്ചതിനല്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിനല്ല, പിന്നെ എന്തിനാ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരല്ല. അതൊക്കെ അനുഭവിച്ചവർ എങ്ങനെ അനുഭവിച്ചറിയാം? ഒരു ഫെസിലിറ്റി ഇല്ല, ധൈര്യമായിട്ട് എന്നാണ് അന്നപ്പം നമ്മളുണ്ട്, എന്ത് വന്നാലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ തന്നെ രക്ഷപ്പെടുത്തും പറയാനേ ആരും ഉണ്ടായില്ലേ. പിന്നെ എങ്ങനെ സഹിച്ചറിയങ്ങൾ? തൗഹീദ്, തൗഹീദ് ഉൾക്കൊണ്ട്, പരലോക വിശ്വാസം ഉൾക്കൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകം ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പിന്നെ റസൂൽ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കാണ്. ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ ഈമാൻ ഇങ്ങനെ കൂടും. ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയും. അള്ളാഹിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് രോമാഞ്ചമുണ്ടാകും. അള്ളാഹുവിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മനസ്സ് അള്ളാഹുവിലേക്ക് ചാഞ്ഞു പോകും, ദിക്റെടുക്കാൻ ചാഞ്ഞു പോകും, ഇബാദത്തിന് ചാഞ്ഞു പോകും, ദുനിയാവ് മാറ്റി വെച്ചിട്ട് ദീന് പാലിക്കാൻ വേണ്ടി അവരുടെ മനസ്സ് ചാഞ്ഞു പോകും. ഈമാൻ കയറിയിട്ട് സുഹൃത്തുക്കൾ, ആ ഒരു സംഗതി നമുക്ക് കിട്ടിക്കണം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ജോലിയാണ്, നമ്മുടെ വീടാണ്, മറ്റൊരാണ് ഇരിച്ചിക്കുക നമ്മൾ അല്ല സുഹൃത്തുക്കളെ, ദീനാണ്. ആ ദീനോളം ആസ്വാദനം കിട്ടണ വേറൊന്നുമില്ല. ദീന്റെ വിശ്വാസം അത്രയും വലിയ ആസ്വാദനാണ്. ഈമാന്റെ മധുരം നുകരാൻ എന്താ? അള്ളാഹു റസൂലിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്കിപ്പോൾ നമ്മുടെ മക്കളെ സ്നേഹം, ഭാര്യൻ്റെ സ്നേഹം, നാട്ടുകാരുടെ സ്നേഹം എല്ലാം കിട്ടണം. പക്ഷെ അള്ളാഹ് വെറുത്താൽ നമുക്ക് കുഴപ്പമില്ല, ഇല്ലല്ലോ. നിസ്കരിച്ചിന് ആർക്കും വേണ്ടി, നോമ്പ് വിൽക്കണ ആർക്കും വേണ്ടി, ദിക്റിലിന് ആർക്കും വേണ്ടി, സക്കാത്ത് കൊടുക്കണ ആർക്കും വേണ്ടി. നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അശ്ലീലവും തോന്നിയാസൊക്കെ നമ്മളെ കയ്യിൽ യഥേഷ്ടം അവൈലബിൾ ആയിട്ടുണ്ടാവുമ്പോൾ, ഏത് ഹറാം പറപ്പും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവുമ്പോൾ, ആരും അരുതേ എന്ന് പറയാത്ത ഈ ഒരു കാലത്ത് നമുക്ക് എന്തേ നോക്കണ്ടുള്ളൂ? അവിടെ അള്ളാന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണ്ടോ? നബിന്റെ വാക്കുകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണ്ടോ? ഓന് ഈമാന്റെ മധുരം കിട്ടും, മനസ്സിലല്ലേ? ഓന് ഈമാന്റെ മധുരം കിട്ടും. പിന്നെന്താ നിങ്ങൾ ഹിദായത്ത് കിട്ടിയ പിന്നെ ദലാലത്തിലേക്ക്, ഹറാമിലേക്ക് പോകുന്നതിനെ വെറുപ്പോടുകൂടെ കാണുന്നുണ്ടോ? ഓന് ഈ ഈമാന്റെ മധുരം കിട്ടും. അതുപോലെ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം ഇഷ്ടപ്പെടാനും, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനും, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കാനും പറ്റുണ്ടോ? ഓൻ ഈമാന്റെ മധുരം കിട്ടും. ഈമാനിന്റെ മധുരം നുകരാൻ പറ്റും ആർക്ക്? മൻ റളിയ ലില്ലാഹി റബ്ബാ, ആരാണോ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്നത്, വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുന്നത്, വബി മുഹമ്മദിൻ റസൂലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കുന്നത്, അവർക്ക് ദീനിന്റെ ആ മധുരം കിട്ടും. ഈമാന്റെ മധുരം, ഇൽമിന്റെ മധുരം, ഈമാന്റെ മധുരം, ഇബാദത്തിന്റെ മധുരം. നിസ്കരിക്കും നമ്മളൊക്കെ അല്ലേ? നിസ്കരിക്കുന്നില്ലേ? നിസ്കാരം കഴിഞ്ഞാലാണ് ചോറ് കറിയുമ്പോൾ ആ ചോറ് കഴിഞ്ഞിട്ടാക്കി കൂടിയ നിസ്കാരം. ആൾക്കാർ വലത്തെ ഭാഗം ചോറിന് പോവാ, ഇടത്തെ ഭാഗം നിസ്കരിച്ചാൻ പോവാ. നമ്മളെ കൗൺസിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ നിസ്കരിച്ചാൻ പോവാറുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമാണ്.
സംഭവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ബിലാലിനോട് പറയാൻ, അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലെ ഒന്ന് ബാങ്ക് വിളിക്ക്, ഞാനൊന്ന് നിസ്കരിച്ച് ആശ്വാസം കൊള്ളട്ടെ. വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, നമസ്കാരം എനിക്ക് കൺകുളിർമയുള്ളതാക്കിയിരിക്കുന്നു. എന്താ സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് നമ്മൾ സംസാരിക്കണം അല്ലേ? ഭാര്യനോട് സംസാരിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? കണ്ടതിൽ സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം എന്നൊക്കെ നമ്മൾ പറയും. അള്ളാഹിനോട് സംസാരിക്കുമ്പോൾ കൊട്ടാവിട്ട് അവൻ്റെ മെസ്സിൻ്റെ ടീഷർട്ട് ഇട്ടൊക്കെ അവൻ പോണത്. അള്ളാഹിനോട് സംസാരിക്കാൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന പടച്ചവനോട് ഡയറക്റ്റ് പറയണം നമ്മള്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന, നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ. മുമ്പിലുള്ള ആളോടെ പറയാ, അല്ല ദൂരെ കിടക്കണവനോടല്ല. മുമ്പ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അലാ ഇന്ന കുല്ലുക്കും മുനാജിർ റബ്ബഹു ഫിസ്സലാ, നിങ്ങൾ നമസ്കാരത്തിൽ പടച്ചവനോടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടത്, നിസ്കരിക്കുമ്പോൾ സുജൂദിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ, തലച്ചോറ്റിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആവും അത്രേ. മൊത്തം ബോഡി ഇങ്ങനെ കുഞ്ഞിക്കല്ലേ. അപ്പം അതോടുകൂടെ നമ്മളെ സങ്കടം ഇതൊക്കെ മാറുന്നു. അപ്പം എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഹദീസ് ഓർമ്മ, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, നമ്മളെ പടച്ചോൻ അല്ലേ, ഒരു നിമിഷം പോലും അള്ളാഹിന്റെ കാവലില്ലാതെ ജീവിക്കാൻ പറ്റൂല നമുക്ക്. കള്ളുടിക്കണമെന്നും വ്യഭിചരിക്കണമെന്നും തോന്നിയാസം ചെയ്യാൻ പോകണമെന്നൊക്കെ അള്ളാഹ് ഓക്സിജൻ കൊടുത്തിട്ടാ, അള്ളാഹ് ഈ ഭൂമി എങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാ. രാത്രിയിൽ പോലും ആരാ നിങ്ങളെ സംരക്ഷിക്കുന്നത്? അള്ളയല്ലാതെ ആരാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത്? അള്ളാഹ് ചോദിക്കുകയാണ് മക്കാ മുശ്രിക്കിനോട്. പടച്ചവന് പുറമെ മറ്റുള്ള പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്, ആരാധിച്ചിട്ട്, മഹാന്മാരോടൊക്കെ അവർക്കൊക്കെ വലിയ കഴിവുണ്ട്, അവരാണെല്ലാം നിയന്ത്രിക്കുന്നത് പറഞ്ഞ് അവരൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന മക്കാ മുശ്രിക്കുടെ വിശ്വാസം ഇന്നും പേറുന്ന ആൾക്കാരുണ്ട്. ഓരോടൊക്കെ അള്ളാഹ് ചോദിക്കാണ്, രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾ ആരാ സംരക്ഷിക്കണത്? ആരാ സുഹൃത്തുക്കൾ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രോസസ്സ്, ഒന്നും വേണ്ട ഈ ഒരു തൊലി തന്നെ ആലോചിച്ച് നോക്കി നിങ്ങൾ. കണ്ണും കാതും, ഒരു ശരീരത്തിലൊരു അവയവം. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പ്രോഗ്രാമിന് ഞാൻ പോയപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആള് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നല്ല ആരോഗ്യമുള്ള, നല്ല തൻ്റെ ഇടമുള്ള ഐറ്റം വെയിറ്റുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ കുഴപ്പം ചോദിച്ചു. എൻ്റെ 2 കിഡ്നി ഇല്ലായിരുന്നു, ഉമ്മാൻ്റെ കിഡ്നി മേലെ ഞാൻ ഓടുന്നത്. മാസത്തിൽ 12,000 റുപ്യ വേണം എനിക്ക് മരുന്ന് കുടിക്കാൻ വേണ്ടി മാത്രം. വെച്ച് ആരൊക്കെ വീട്ടിൽ വെച്ചപ്പോൾ ഉമ്മ ഉണ്ട്, ഭാര്യ ഉണ്ട്, പിന്നെ ഞാനും. ഇപ്പം മക്കളല്ലോ ഉസ്താദേ, 18 കൊല്ലമായി. ആലോചിക്കാണ് ഇതൊക്കെ ഇല്ലാതെക്കണം സുഹൃത്തുക്കൾ. അപ്പോഴത്തേക്ക് ബാലൻസ് ലെവലുള്ളൂ. കണ്ണൊന്നുണ്ട് അടഞ്ഞു നോക്കണം. ഷുഗറാണ് കയറിയിട്ട് കണ്ണാണ് കാണാതെ ആകുമ്പോഴേ പിന്നെ മനസ്സിലാവും ഞാൻ എന്തൊക്കെയാ ഫോണിൽ കണ്ടീനത്, എന്തൊക്കെയാ എനിക്ക് ഇഷ്ടം. ഖുർആൻക്കൊന്നും നോക്കാൻ എനിക്ക് പറ്റിയില്ല, അള്ളാന്റെ നിഅമത്തൊന്നും നോക്കാൻ പറ്റിയില്ല. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഇത്ര മനോഹരമായി ഇതെല്ലാം സംവിധാനിച്ച് പടച്ചോനെ, ഇതൊന്നും വെറുതെ അല്ലല്ലോ, ഇതൊക്കെ ഒരു പരീക്ഷണാണല്ലോ. ഇതൊക്കെ വിളിച്ചോന്ന് അള്ളാന്റെ കഴിവാണ്. മനസ്സിലല്ലേ? ഇതൊക്കെ അള്ളാന്റെ കൈ. ഇതൊക്കെ കണ്ടറിഞ്ഞ് അള്ളാനെ മനസ്സിലാക്കേണ്ട കൊടുത്ത് അതൊന്നും കാണാതെ കണ്ണടച്ച് നടക്കുമ്പോൾ ഇതൊക്കെ പോകുമ്പോഴതിൻ്റെ വില മനസ്സിലാക്കുക. ഇതൊക്കെ തന്ന പടച്ചോനോട് സംസാരിക്കാനാണ് ഈ പോണേ. എവിടെ ചോറിട്ടുന്ന പള്ളി, എവിടെ മേൻ തീരുന്ന പള്ളി, ഇതൊക്കെയാണ് ആൾക്കാർക്ക് അറിയണ്ടേ. ഏത് കുത്തുബ വേഗം എവിടെ തീരാ, അതിന് സുന്നിപ്പള്ളിയിലാണ് അവിടെ പോവാ. എന്നാൽ നേരെ തിരിച്ചു ആൾക്കാരുണ്ട്, 12 കിലോമീറ്റർ ഓടിയിട്ട് കുത്തുബക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ കേൾക്കാനും പഠിക്കാനും ഈമാൻ കൊള്ളാനും വരുന്ന ആൾക്കാരാ. എന്നാലോ ഓടിയ തീര അവിടെ പോയിരിക്കുക. അതിന് അവന് സമയമല്ല. ഏത് ജുമ കേൾക്കാനും അവന് സമയമല്ല, നിസ്കരിക്കാനും അവന് സമയമല്ല. ദീനിന്റെ കാര്യങ്ങൾക്ക് ഇപ്പൊ ഇതന്നെ ഇപ്പൊ എത്ര ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും, ഈ നാട്ടിൽ എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. തുറക്കാൻ വേണി വരെ ക്ലാസ്സിന് വരാൻ സമയമല്ല. നമുക്കൊക്കെ സമയം ഉണ്ടായിക്കോളും, ഒക്കെ സമയം ഉണ്ടായിക്കോളും. മനസ്സിലായില്ലേ? പടച്ചു വന്നിട്ട് പിടിച്ചെന്ന് കുലുക്കിയാലേ എല്ലാവർക്കും സമയം ഉണ്ടാവും സുഹൃത്തുക്കളെ. എൻ്റെ ഫോണിലൊരു ഓഡിയോ ഉണ്ട്, ഒരു ഉമ്മൻ്റെ ഓഡിയോ ആണ്. ഉസ്താദേ ഒരു സമയം തരിങ്ങളെ, എല്ലാവരും വിളിച്ചു നോക്കി ആരും ഒന്നും തരുന്നില്ല. നിങ്ങൾക്ക് നമ്മളെ അവസ്ഥ അറിയിട്ടാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. എന്താണ്, ഒരു +1 പഠിക്കുന്ന ചെക്കുണ്ട്, അതന്നെയാണ് ഓൻ ചെയ്യുന്ന കുരുത്തക്കേട് കൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും ഉറക്കില്ല. മനസ്സിലായില്ലേ? എങ്ങനെ ദീനൊക്കെ മറന്ന് ജീവിച്ച ആള് റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ട് മര്യാദയ്ക്ക് കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് കഴിയാത്തോണ്ടൊന്നല്ല, അള്ളാഹ് അയച്ചു വിടുകയാണ്. ജൻ പൊയ്ക്കൂടാണ്ട് എത്ര വരെ പോകുന്നു നോക്കട്ടെ. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ട് ചേർന്ന് ചിന്തിക്കാതെ സിനിമയും സീരിയലും ഷോർട്സും റീൽസും ഇവിടുത്തെ ട്രെൻഡ് മേക്കേഴ്സ്, എന്താ ചെങ്ങന്മാരെ ഈ ട്രെൻഡ് മേക്കേഴ്സ്? ആരാപരൊക്കെ നമുക്കറിയാം ഓലൊക്കെ ഉള്ളറകൾ എന്താണെന്ന്.
ഇപ്പം എല്ലാവരും ഈ വേടൻ്റെയും ഡാബ്സിൻ്റെ ഒക്കെ പിന്നാലെയാണ്. എന്താ ഇവരൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പോലെ ആരും കലനെ മോശമായി കാണുന്നില്ല. ഒക്കെ പോലെ കലയൊക്കെ ഭയങ്കര സമ്പന്നൊക്കെ റെഡിയാണ്. പക്ഷെ ഇവരൊക്കെ ആരാണ്? വളരെ മോശം, യാതൊരു തരത്തിലുള്ള നൈതികതയും പാലിക്കാതെ ധാർമ്മികതയും പാലിക്കാതെ ഇഷ്ടമുള്ളതൊക്കെ തിന്നും കുടിച്ചും ഇഷ്ടമുള്ളവരൊക്കെ അന്തി ഉറങ്ങിയും കൺസെൻറ്റോടുകൂടെ ശരീരം പങ്കുവെച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരവർ. ഓരോ മാതൃകയൊക്കെ ജീവിതത്തിൽ കെട്ടിയ പെണ്ണുങ്ങളോടൊപ്പം മാന്യമായിട്ട് ജീവിച്ച് ലോകത്ത് ഏറ്റവും നല്ല മാതൃക കാണിച്ച റസൂലിൻ്റെ ജീവിതം ഒഴിവാക്കിയിട്ട് കണ്ട ഈ എരപ്പന്മാരെ ജീവിതം ഫോളോ ചെയ്ത് ജീവിച്ചിട്ട് ഇതൊക്കെയാണ് ഭയങ്കര സംഭവം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിൻ്റെ മുകളിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് ചെയ്യുന്നത്. പടച്ചോൻ തരാത്ത എന്ത് നിയമത്താ സുഹൃത്തുക്കൾ നമുക്കുള്ളത്? എന്ത് നിയമത്താള്? ഒന്നുകൊണ്ട് രാവിലെ എണീറ്റിട്ട് നമ്മളെ സ്കൂളിലൊരു ജോലിക്കാരൻ രാവിലെ എണീറ്റിട്ട് കയ്യൊന്ന് ഇങ്ങനെ ആക്കൂല, നമ്മൾ ഇങ്ങനെ ആക്കൂലേ, അങ്ങനെ ആക്കിയതാ. ഈ കയ്യാണ് കൊളത്തി പിടിച്ച് 2 ആഴ്ച അഡ്മിറ്റ് മൂപ്പര്. എവിടെ? ഇവിടെ ഓമശ്ശേരി ശാന്തിയിൽ. ഒന്നിട്ട് കയറിയ കഴിഞ്ഞ് ഇത്ര എളുപ്പറിയങ്ങള് പനിച്ചിട്ടേ പനിയും കിട്ടും മൂത്തിട്ട് 2 കാലും ഇങ്ങനെ വളഞ്ഞ്. ഇന്ന് അയാൾ എങ്ങനെ പോണ? നിങ്ങൾ മുച്ചക്ര വാഹനത്തിലാണ് മൂപ്പര് പോണത്. മുച്ചക്ര വാഹനത്തിൽ. ഇത്രേ ഉള്ളൂ. അള്ളാൻ്റെ നിയമത്തില്ലാതെ നമുക്കിവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ അള്ളാഹിനോട് സംസാരിക്കാൻ പോവാ നിസ്കാരം. ആ നിസ്കാരത്തിനകത്ത് സോഡ അടിച്ചാൻ പോവാ, ഫുൾ ജാർ സോഡ. നോമ്പ് സ്പെഷ്യൽ കടകൾ, അവിടെ തിക്കും തിരക്കും. ഇവിടെ തറാവീഹ് നടക്കുമ്പോൾ ഇമാമിന്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിട്ടെന്ന് കേട്ടിട്ട് വയസ്സന്മാർ കൊക്കിക്കുരച്ച് അവിടെ നിസ്കരിക്കുമ്പോൾ ചെക്കന്മാരൊക്കെ എവിടെയുള്ളത്? ഒരു സോഡ അടിച്ചാൻ പോയത്. നോമ്പ് വെച്ചതിന് വലിയ ആനുകൂല്യമാണ്. ഏത് നോമ്പ്? പലിച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് അതിൻ്റെ ഇടക്ക് നിസ്കാരം മാത്രം നിർവഹിച്ചിട്ട് പട്ടിണി എടുക്കണ ആ നോമ്പ്. ഇത് നല്ല സുഹൃത്തുക്കളെ നോമ്പ്. അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട് സുബഹിൻ്റെ മുമ്പ് അത്തായത്തിന് എണീക്കുമ്പോൾ ആ സമയം തരങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. എണീറ്റ് കുറച്ചു നേരം പ്രാർത്ഥിക്കുക, ബർക്കത്താക്കപ്പെട്ട ആ ഒരു സുഹൂർ കഴിക്കുക. എന്നിട്ട് വുളു എടുത്തിട്ട് വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ സുന്നത്തിന്റെ വാല്യൂ എന്താ? ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലി, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വീട്, ഇതൊക്കെ കിട്ടുന്നേക്കാൾ ഏറ്റവും ഉത്തമമാണ് 2 റക്അത്ത്. സുബഹിന്റെ മുമ്പത്തെ 2 റക്അത്ത്. അത് വീട്ടിൽ നിന്ന് നിസ്കരിച്ച് കുറച്ചു നേരം ഖുർആൻ ഓതി പ്രാർത്ഥിച്ച് പള്ളിക്ക് കാൽനടയായി പോകുമ്പോൾ ഓരോ സ്റ്റെപ്പിനും ദറജ ഉയരെ പാപം പൊറുക്കപ്പെടുക. സുബഹിന്റെ ജമാഅത്ത്. എന്ത് സുബഹിന്റെ ജമാഅത്ത്? അത്തായം കഴിച്ചിട്ട് അവനോട് ഉറങ്ങുകയാണ്. പിന്നെ അവൻ 8 മണിക്ക് 9 മണിക്കൊക്കെ അവൻ സുബഹിസ്കരിക്കണേ. നമ്മുടെ ഒരു കമ്പനി, നമ്മുടെ ഒരു ഓഫീസ്, നമ്മുടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അവിടെ 9 മണിക്ക് പഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ 11 മണിക്ക് 12 മണിക്ക് കുത്തിക്കേറി വന്നിട്ട് ഒരു സ്റ്റാഫ് അലക്ഷ്യമായി ഇതിൽ അലഞ്ഞ് നടന്നിട്ട് വൈകുന്നേരം ആക്കിയാൽ ഓനെ പിരിച്ചുവിടുമല്ലേ? പറയണം, പിരിച്ചുവിടുമല്ലേ? എന്താ നിങ്ങൾ ആലോചിക്കുകയാണ്? നമ്മൾക്ക് എന്നിട്ട് ഭയങ്കര ധൈര്യത്തിന് നടക്കണേ. ഞാനൊക്കെ എന്തായാലും മരിച്ച സ്വർഗത്തിലെത്തുക. കാരണം എന്ത് ധൈര്യം മക്കളെ! എന്താ നമ്മളെ ജീവിതം? പൊള്ളയാണ് നമ്മുടെ ജീവിതം. ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ ഒന്നട് സ്വന്തത്തൊന്ന് ഹിസാബ് ചെയ്തു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ അപകടങ്ങളായി പറഞ്ഞിട്ടുള്ള, ഹറാമാക്കി വെച്ചിട്ടുള്ള എന്തെല്ലാം നെറികേടുകൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ധൈര്യത്തോടുകൂടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ജിബ്രീൽ 600 ചിറകുകളുള്ള ഭീകരമായ സൃഷ്ടിയാണ് ജിബ്രീൽ. നരകം കണ്ട് പേടിച്ച് വിറച്ച് വന്നിട്ട് പടച്ചോന് പറഞ്ഞു, പടച്ചോനെ ഈ നരകം സഹിച്ചുരട്ടോ. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടെങ്കിൽ കാറ് വെയിലത്ത് നിർത്തിയിട്ടേ നമ്മൾ പിന്നെ അയക്ക് കയറല്ലേ? പള്ളിക്കൊക്കെ ജുമാക്കൊക്കെ നിർത്തിയാണ്ട് പിന്നെ ജുമ കഴിഞ്ഞ് കാർക്ക് തിരിച്ചു കയറാൻ പോകുമ്പോൾ കാറിലുണ്ടാവും ഒരു പ്രഷർ. നമ്മളെന്താ ചെയ്യല്? 4 ഗ്ലാസും താത്തിട്ട് ഏസിട്ട് ചൂടൊക്കെ ഒന്ന് കുറച്ച് പോയിട്ടാ കാർക്കട് കയറുക. അതുപോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ. ചൂടുള്ള ചായ അണ്ണാക്ക് കൊഴിച്ചിട്ട് നാവ് കൊള്ളിയിട്ട് നീറ്റലും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മൾ ഭയങ്കര ധൈര്യത്തിൽ നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊന്നും അല്ല. ഇതൊക്കെ ചെയ്ത്ത അങ്ങനെ തോന്നിപ്പിക്കുകയാണ് നമുക്ക്. ഇത് ഒരു വേഷം കെട്ടലും ഒരു കോലം കെട്ടലും കണ്ട പെണ്ണുങ്ങളെ കൊണ്ടടക്കലും ഇതിലൊക്കെ ഭയങ്കര സംഭവമാണ്. കുറേ ചങ്ങന്മാരൊപ്പം കൂട്ടം കൂടിയിട്ട് കുറേ ഗെയിം കളിച്ചാൽ എന്നിട്ട് എത്ര പോയിന്റ് കിട്ടി, ഇത്ര പോയിന്റ് കിട്ടി. എന്നിട്ട് എൻ്റെ ലൈഫിൽ എന്ത് പോയിന്റാണ് കിട്ടി? സ്വന്തം പെരിയിൽ നടക്കുന്ന കാര്യം പോലും പരിഹരിക്കാൻ പറ്റാത്ത ആള് അല്ലേ? ചെക്കന്മാരൊപ്പം വണ്ടി എടുത്തായിട്ട് ഇതിനെ അലഞ്ഞ് നടന്ന് അതൊക്കെ ഒരു പ്രായത്തിൽ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും. ആൾക്കാർ നമ്മളെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഓടിക്കൂടും. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു.
നമ്മളെ കണ്ട് തിരിച്ചു പോവും. പിന്നെ നിസ്കരിക്കാൻ വരും. നിസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടിട്ട് ഖബറിറക്കിയിട്ട് തിരിച്ചു പോരുമ്പോ മലക്കൾ വന്നിട്ട് ചോദിക്കും, നീ എന്ത് പ്രവർത്തിച്ചു, നീ എന്ത് പഠിച്ചു, നീ എന്ത് വിശ്വസിച്ചു? മൻ റബ്ബുക്കാരാ നിന്റെ റബ്ബ്? മാ ഇമാമുക്ക. ഇമാമോ? തൊപ്പിയിരുന്നുണ്ട് ഇമാമ്. വേടനും ഡാബ്ജിയൊക്കെ ഇരുന്നു. ഓരൊക്കെ പിന്നാലെ പായിന് ഞാൻ. ഓല മുടി, ഓല ചെരുപ്പ്, ഓല ഡ്രസ്സ്. പണ്ടൊക്കെ ഒരു ലൂതറാപ്പി കുപ്പായം കിട്ടി നമ്മളെന്താ കേട്ടോ ഒറ്റ കറിക്കാരം അല്ലേ, വേണ്ടത് കറി. ഇപ്പൊ ഡൗൺ ഷോൾഡർ. എന്താ രണ്ടാക്കി കയറിക്കാൻ പറ്റിയ കുപ്പായം, എന്നിട്ട് കൊടാവല് മരത്ത് കുപ്പായം. ഇതൊക്കെയല്ലേ ഇപ്പൊ ട്രെൻഡ്. 4 ആൾക്ക് കയറിക്കാൻ പറ്റിയ പാൻറ്. പണ്ട് അങ്ങനെ ഒരു സാധനം കിട്ടിയ എന്താ കാട്ടുക? അതിന്റെ കോലം ചെയ്യും. എനിക്ക് വേണ്ടത് കറി, കുറച്ചൊരു വൃത്തിയും വെടിപ്പും വേണം പറയും. ഇപ്പൊ എന്താ ഇതൊക്കെ ഇപ്പൊ ട്രെൻഡ്. എന്നിട്ട് ഇട്ടിട്ട് ഭയങ്കര രസമുണ്ട്. അത്ര എന്ത് രസമുള്ള, എനിക്ക് നെട്ടലില്ല എന്നതിൻ്റെ അർത്ഥം. മുസ്ലിം പേരുണ്ട് എന്നല്ലാതെ ഇസ്ലാമിന്റെ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നത് മാത്രമല്ല, ഇവിടുത്തെ ട്രെൻഡ് മേക്കേഴ്സിന്റെ, ഇവിടുത്തെ വ്ളോഗേഴ്സിന്റെ, ഇവിടുത്തെ സിനിമാ നടന്മാരുടെ, ഇവിടുത്തെ സമൂഹത്തെ വിറ്റ് കാശാക്കിയിട്ട് അവരുടെ വികാരത്തെയും വിചാരത്തെയും ഇഷ്ടങ്ങളെയും ഒക്കെ വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ അടിമയാണ് നീ എന്നതിൻ്റെ അർത്ഥം. ഒരു സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത ആള്. അതാണ്. അതുകൊണ്ടല്ല അങ്ങനെ ഇല്ലേ നമ്മളെന്താ, നമ്മൾ മാന്യമായിട്ടൊരു ഡ്രസ്സും കോലും രൂപവും. എന്നാൽ അള്ളാന്റെ മുമ്പ് സുജൂദ് ചെയ്യാനുള്ള മനുഷ്യൻ, നമ്മള് അള്ളാന്റെ മുമ്പിൽ വിനയത്തോട് നടക്കേണ്ട മനുഷ്യന്മാർ. നെരിയാണ്ടതായല്ലേ ഈ പേന്റൊക്കെ അല്ലെ? ഇസ്റത്തുൽ മുഅ്മിനീന അൻസാഫി സാഖിന് മുസ്ലിമിന്റെ ഡ്രസ്സ് നെരിയാണ്ട മുകളിലാണ്. നെരിയാണ്ട താഴെ ഈ ഡ്രസ്സ് വലിച്ച് ഞാൻ നടക്കുകയാണ്. അഹങ്കാരമാണത്. ഇയ്യാക വൽ മഖീല ഇയ്യാക വൽ ഇസ്ബാൽ ഫഇന്നഹു മിനൽ മഖീല. അഹങ്കാരമാണത്. പടച്ചവനുമ്പിൽ അഹങ്കാരം കാട്ടി തോന്നിയാസം ചെയ്ത് നടന്നിട്ട് ഞാൻ ഭയങ്കര ആളാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശൈത്താന്റെ തടവറയിലെ ബന്ധിയാണ് നീ. അത് മാറാനൊക്കെ ഉള്ള സമയമാണിത്. ഇത്തിരി മനസ്സറിഞ്ഞ് നിസ്കരിച്ചാനും, മനസ്സറിഞ്ഞ് ഖുർആൻ ഓതാനും, മനസ്സറിഞ്ഞ് ദിക്ർ ചെല്ലാനും. സുബഹിന്റെ ജമാഅത്തിട്ട് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയ. ഇശാന്റെ ജമാഅത്തിട്ട് എന്താ രാത്രി പകുതി ഫുള്ള് നിസ്കരിച്ച കൂലിയ. പള്ളിയിൽ ഇരുന്നിട്ട് സുബഹി കഴിഞ്ഞിട്ട് ദിക്റും ദുആയൊക്കെ ചൊല്ലിയിട്ട് സൂര്യൻ ഉദിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചാല് കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ. ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം. പള്ളി കുത്തിരി നാട്ടിർത്താനം പറയില്ല. ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന തരങ്ങളിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും ചെക്കന്മാരൊക്കെ. എന്ത് പുറത്ത് പീഡിയ കൊലയും ഇരുന്ന് വർത്താനം പറയാം. ആ വർത്താനം പറയുന്നുണ്ടല്ലോ, ആ സമയം പള്ളി കുത്തിരുന്നിട്ട് ഖുർആൻ ഓതിയല്ലേ. ഇത് 6:30 സുബഹിസ്കാരം കഴിയ അല്ലേ? 6:30 സുബഹിസ്കാരം അല്ലെ? 6:20 സുബഹിസ്കാരം കഴിയ. ആ 6:20 മുതൽ 6:45 വരെ ഇരിക്കേണ്ടുള്ളൂ. കുറച്ച് ഖുർആൻ ഓതാൻ പറ്റും, കുറച്ചു നേരം ദിക്ർ എല്ലാം പറ്റും, രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റൊക്കെ ചെല്ലാൻ പറ്റും. എന്നിട്ട് അതൊന്നും ചെല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ സ്വറ അറിഞ്ഞിക്കുക. അതാ പള്ളിയിൽ ഇരുന്നിട്ട് ചെല്ലിക്കഴിഞ്ഞാൽ എന്താ നിങ്ങള് ഹജ്ജിന്റെ ഉംറന്റെ കൂലിയ. സ്വതത്തൊക്കെ അനുഭവിക്കണം സഹോദരന്മാരെ. മന്തിന്റെ ടേസ്റ്റ് അറിയുന്നോണ്ടാണ്. മന്തിയാ എന്നാ ഞാണ്ട്, മന്തിയല്ലേ ഞാനല്ല. അതാ മന്തിന്റെ ടേസ്റ്റ് അറിയുന്നോണ്ടാണ്. ഈ ദുനിയാവിൽ എല്ലാത്തിന്റെ ടേസ്റ്റ് അറിയുന്നോണ്ടാണ് അതിനോട് നമുക്കൊരു അട്രാക്ഷൻ. സുഹൃത്തുക്കളെ, ആരാധനന്റെ ടേസ്റ്റ് അറിയണം. മനസ്സറിഞ്ഞൊന്ന് ചെയ്തു നോക്കി. ഇതൊക്കെ തികഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ സംസാരിക്കണേ. നമുക്കൊന്നും എന്താ വെച്ചാൽ ആകെ 10-35 കൊല്ലം നമ്മൾ ജീവിക്കാം, 10-60 കൊല്ലം ജീവിക്കാം. ആ കാലം നമ്മൾ എങ്ങനെയും ജീവിച്ചിട്ട് എന്താ കാര്യം? എന്ത് കാര്യമാണ് അതിലുള്ളത്? നമ്മൾ ഭയങ്കര സംഭവമായി കാണണമെന്നും പിന്നെ സംഭവമല്ലാതെ മാറും. ഇപ്പം എന്താ വെച്ചാൽ ഖുർആനൊന്ന് അറിയുക, എന്താണ് അതിലുള്ളതൊക്കെ. ഈമാനിൻ്റെ വെളിച്ചം അതൊന്ന് മനസ്സിലേക്ക് ഏറ്റെടുക്കുക. കർമ്മങ്ങളുടെ ആ ഒരു പിന്നെ ഹലാവത്ത് അതൊന്ന് നുകരുക. ഈ റമദാനിലേക്ക് കിട്ടും നമുക്ക്. മനസ്സറിഞ്ഞ് ചെയ്തു നോക്കുക. എത്ര മനുഷ്യന്മാരുണ്ട് നിങ്ങൾ ഒരു സ്വർഗത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇന്നലെ ഇപ്പം ഞാൻ ഒരുത്തനോട് പറഞ്ഞു ഉംറക്ക് കൊള്ളേച്ച്. അപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു ഇത്തവണ ഹജ്ജാണ്, ഹജ്ജിന് ഭാഗ്യം കിട്ടിയത്. എത്ര വയസ്സാണ് നിങ്ങൾ? 28 വയസ്സ്. എല്ലാ റമദാനും ഉംറക്ക് പോകും. അപ്പോൾ ഇത്തവണ പോയില്ല. അപ്പം എന്താ പോകാൻ വെച്ചപ്പോൾ പറഞ്ഞാൽ എന്താ നിങ്ങൾ ഇത്തവണ ഹജ്ജിന് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ആൾ, ഓൻ പോയിന് ശേഷം എൻ്റെ അടുത്തുള്ള ആൾ പറഞ്ഞു ഓനൊക്കെ കൊണ്ടേ പോവുള്ളൂ. ഏത് സ്വർഗം കൊണ്ടേ പോവുള്ളൂ. നമുക്ക് എന്ത് ഉംറ, നമുക്ക് എന്ത് ഹജ്ജ്, നമുക്ക് എന്ത് ദീൻ, നമുക്ക് എന്ത് നിസ്കാരം, ഇതൊന്നും നമ്മൾക്ക് വേണ്ടല്ലോ. നമ്മളിതിനിങ്ങനെ ഈ കാണുന്നതും ഈ കോലവും ഇപ്പോഴത്തെ തലമുറൻ്റെ കമൻറ്റുകളും ടെക്സ്റ്റുകളും ഓരോതൊന്നും നമുക്ക് തിരിയണമെന്നല്ല. ഒരു വേറെ ഏതോ ലോകത്താണ്. കുറ്റം പറയല്ല സഹോദരന്മാരെ.
ഇതൊക്കെ എന്താ പറയുക, മണ്ണിക്കണ് വെച്ചാൽ ഒരു പല്ലി ചത്താൽ പുറത്ത് കണ്ടാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്ത് നോക്കണ്ടി ആ മണ്ണിക്ക തന്നെ ലയിച്ചു പോകും. ഇതേമാതിരി ഒരു കോഴി പടഞ്ഞ് ചാണ ടൈം കൂടി വേണ്ട നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എവിടെ പിന്നെ ഇതൊക്കെ, എവിടെ പിന്നെ ഇതൊക്കെ ഒന്നുമില്ല. നമ്മൾ മയ്യത്താണ്. അരീക്കോട്ടങ്ങാടി ചായ കുടിക്കാൻ വേണ്ടി ഒരു യുവാവ് വണ്ടി സൈഡാക്കിയിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഗുഡ്സാർ അടിച്ചാൽ തെറിപ്പിച്ച് തന്നെ നേരെ ഒരു കാറിൻ്റെ ബോണറ്റ് മേൽ വീണിട്ട് സ്പോട്ടാണ് മരിച്ച്. അപ്പം മരിച്ചുമ്പോഴേ അവൻ്റെ ഭാര്യ പെറ്റെടുക്കാണ്. 7 മാസം പ്രായമുള്ള കുട്ടീനെ പരിചരിച്ച് ഓളെ വീട്ടിൽ കഴിയാണ്. അപ്പോഴാണ് ഈ മെസ്സേജ് കിട്ടണത്, എന്ത് സ്വന്തം ഹസ്ബൻഡ് മരിച്ച്. ഇതൊന്നും നമുക്ക് ഇനിയും ബോധ്യപ്പെടാനായില്ലെങ്കിൽ, നമ്മളെക്കുറിച്ച് ചിന്തിക്കാനായില്ലെങ്കിൽ, ആരെങ്കിലൊക്കെ അടിച്ചിറക്കണ സാധനങ്ങൾ ആ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് അവർ ഛർദ്ദിക്കണ വാരിക്കോരി മുണുങ്ങി നടക്കുക. ആര്? ലോകത്തെ അതിജയിച്ച ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വക്താക്കളായി നമ്മൾ. അതുകൊണ്ട് നമ്മളെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉള്ളവരാവുക, നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറാവുക, ചെയ്യണ കാര്യങ്ങളൊന്ന് ആസ്വദിച്ച് ചെയ്യുക. പിന്നെന്താ നിങ്ങൾ നമ്മളിങ്ങനെ കുറേ നല്ല ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല ബ്യൂട്ടി ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കളണ്ടാവും, കുറേ ജന്തുക്കളുണ്ടാവും. അതിനൊന്നും പരിചരിക്കാതെ കുറേ നട്ടുപിടിപ്പിച്ചിട്ട് കാര്യമില്ല. അതിനെ പരിചരിച്ചില്ലെങ്കിൽ അതൊക്കെ നശിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മൾ അപ്പോഴും ഇപ്പോഴെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതിലൊക്കെ നശിപ്പിക്കുന്ന സംഗതികളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഹറാമുകൾ. മനസ്സിലായി? അള്ള മാണ്ടാർന്ന വേണ്ട, അള്ള വേണം. അള്ള നമുക്ക് വേണ്ടതൊക്കെ ഹലാലാക്കി തന്നെ, വേണ്ടാത്തത് മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു നിസാരമായിട്ടൊരു സ്മോക്കിംഗ് അല്ലേ, എന്താ കുഴപ്പം ചോദിച്ചാൽ അത് ഗ്രാജ്വലി വലിയ അപകടത്തിലെത്തും. ശരീരത്തിന് പ്രശ്നം, സമ്പത്തിന് പ്രശ്നം, കുടുംബത്തിന് പ്രശ്നം, ദീനിന് പ്രശ്നം, പരലോകത്ത് കനത്ത ശിക്ഷ. ഹറാമുകളൊക്കെ കനത്ത ശിക്ഷ ഉണ്ടാക്കും, കനത്ത അസമാധാനം, അസ്വസ്ഥത ഉണ്ടാക്കും. എന്ത് ചെറിയ കുട്ടികളെ സെക്സിന് ഉപയോഗിച്ചിട്ട് അതിൽ സുഖിച്ചിങ്ങനെ നടക്കേന് പെട്ടെന്ന് പിടിക്കപ്പെട്ട് അഭിമാനം പോയി, സമ്പത്ത് പോയി, കുടുംബം പോയി, എല്ലാവരും പോയി. ഇപ്പം എങ്ങനെയുണ്ട്? ഒരാളുടെ വോയിസാണ്, ഒരു 53 വയസ്സുള്ള ഒരാളുടെ വോയിസാണ്. എനിക്ക് 17 21 വയസ്സിന് ഇടക്ക് വയസ്സുള്ള ചെക്കന്മാരോടാണ് കമ്പന്ന്. ഈ ചെറിയ കുട്ടികളൊക്കെ പീഡനത്തിന് ഇരയാക്കിയിട്ട് നാളെ ഈ കുട്ടികളൊക്കെ വലുതായി വരുമ്പോൾ ഓരോ മുഖത്തെങ്ങനെ നോക്കാം. മാരകമായ ഈ കുറ്റബോധം കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുക. ചെറുപ്പത്തിൽ മറ്റേ ഈ മുട്ടായി തരുന്നൊരു കുപ്പായം മോഷ്ടിച്ച് ഞാനെന്ന് പറഞ്ഞിട്ടൊരു കുട്ടീൻ്റെ അടുത്ത് വന്നു. ഞാൻ മിമ്പറിൽ പറഞ്ഞു, മോഷ്ടിച്ചവൻ്റെ ശരീരം നരകത്തിനുള്ളതാണ്. ഈ പലിശ നോക്കണ്ട, ഹറാമും നോക്കണ്ട, കായും കെട്ട് വരട്ടെ. ഏത് പൈക്കൂടി കഞ്ചാവ് കടത്തിയിട്ട് MDMA കൊടുത്തിട്ടും മറ്റുള്ളവനെ കവർച്ച നടത്തിയിട്ടും വണ്ടി തടഞ്ഞിട്ട് പിടിച്ച് പറിച്ചിട്ടും പൈസ ഉണ്ടായാൽ മതി. ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അന്യായമായ ഒരു അണപ്പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കണക്ക് ബോധിപ്പിക്കാതെ വിടാൻ പറ്റില്ല നമുക്ക്. ഈ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ ഉസ്താദ്, ഞാൻ എന്താ കാട്ടുക, ബോധമില്ലാത്ത കാലത്ത് ഞാൻ കുപ്പായം മോഷ്ടിച്ച് ഞാൻ പണ്ഡിതന്മാരെ വിളിച്ചിങ്ങനെ കേസുണ്ട്, എന്താ ചെയ്യുക ചോദിച്ചു. അന്വേഷിച്ച് പോകാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് പോയി, കണ്ടെത്താൻ പറ്റിയില്ല. പറഞ്ഞു, അതിന് തത്തുല്യമായത് ദാനം ചെയ്യാൻ. മനസ്സിലായി? കുറ്റബോധമാണ്. ഒരു വേണ്ടാത്തരും ചെയ്യുന്നില്ലെങ്കിൽ എത്ര സമാധാനത്തിൽ ജീവിക്കാൻ. നിങ്ങൾ ഒരു പ്രയാസം വന്നാൽ പടച്ചോനെ ജിൻ്റെ കാര്യങ്ങളും ചെയ്യ് എന്ന് പറയുമ്പോൾ പടച്ചോന് ഞാൻ നല്ല റിലേഷൻ ആണെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു പേടിയില്ല. അങ്ങനെ ഒരു പേടിയില്ല. അതുകൊണ്ട് ഈ കണ്ണ് കണ്ട തോന്നി നമുക്ക് ചെറുപ്പത്തിലേ കിട്ടിപ്പോകുന്ന കുറേ സാധനങ്ങളുണ്ടാവും, ശീലിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, പലതും കണ്ടും കേട്ടൊക്കെ. ഇതൊക്കെ എത്ര കാലം നമ്മൾ കൊണ്ടടക്കുക. മരിച്ചോളാം. 33 വയസ്സുള്ള ലിവർ സിറോസിസ് ബാധിച്ച് മരിക്കുമ്പോഴേ അവൻ്റെ ഉമ്മയും ബാപ്പി ആദ്യം പാഞ്ഞ് അവൻ്റെ ബെഡ്റൂമിൽ അവിടെ കള്ളും കുപ്പി ഉണ്ടാകും മാറ്റിയേക്കാൻ. കുടിച്ച് ഇനി കുടിക്കരുതെന്ന് പറഞ്ഞിട്ടോ കുടിച്ചിട്ട് അവൻ്റെ കുട്ടിയും അവൻ്റെ ഭാര്യയ്ക്ക് അവനെ ഒഴിവാക്കി പോയി. എന്നിട്ട് അവന് കുടി ഒഴിവാക്കാൻ പറ്റില്ല. അവസാനം കുടിയനായി അവൻ മരിച്ചു, വിചാരിയായി മരിച്ചു, തോന്നിയാസിയായി മരിച്ചു, കോടിക്കണക്കിന് കടം വന്ന് മരിച്ച്, പലിശ വാങ്ങിയിട്ടത് തിന്ന് നുകർന്ന് അതിൻ്റെ എല്ലാ സൗധങ്ങളും തീർത്തിട്ട് പലിശക്കാരനായി മരിച്ചു. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ഗൂഗിളിൽ അടിച്ചു നോക്കി എത്ര മനുഷ്യന്മാർ ഇത്ര കാലത്തിനടക്ക് മരിച്ചത്. 117 ബില്യൺ പീപ്പിൾ മരിച്ചു എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ഇനി ഇപ്പം എന്താ ഒരിക്കലും ചുക്കുമില്ല. ഇപ്പം മനസ്സിലായില്ലേ? ഒന്നുമില്ല. ഖബറിൽ ശിക്ഷ അനുഭവിച്ചു. 2 ഖബറിന്റെ അടിയിൽ കൂടെ ഇവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പാപങ്ങൾ ചെയ്തിട്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. ഒരാൾ നമീമത്തുമായി നടന്ന ആളായിരുന്നു, മറ്റൊരാൾ മൂത്രയിക്കുമോ വൃത്തിയാക്കൂലായിരുന്നു. നമ്മളെ പേരും നമ്മളെ നിറവും നമ്മളെ വലുപ്പവും നമ്മളെ നാടും നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഇതൊക്കെ ഇത് പേഴ്സണൽ ഡാറ്റയിൽ ആദ്യത്തെ 10-20 ക്വസ്റ്റ്യൻ മുഴുവൻ അള്ള നിശ്ചയിച്ചത്, നമ്മൾ നിശ്ചയിച്ചല്ല. ഈ ഭൂമിനെ അള്ള സംവിധാനിച്ചെന്ന രാവും പകലും അള്ള ഉണ്ടാകും. സൂര്യാസ്തമിച്ച് ഒരാൾക്ക് തൻ്റെ ഇടം ഒന്ന് പിടിച്ചേക്ക്
പിടിച്ചേക്കാൻ പറ്റുമോ പിടിച്ചേക്കട്ടെ, കയ്യൂല സുഹൃത്തുക്കളെ. അള്ളാന്റെ അണ്ടർ കൺട്രോളാണ് നമ്മൾ ജീവിക്കണേ, മനസ്സിലല്ലേ? അതുകൊണ്ട് ഇതുവരെ പടച്ചവനാ കൊണ്ടുവരണമെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടായിട്ട് ഞമ്മക്കൊരു മസിൽ പവറും ഒരു വലിയ സ്വാധീനമൊന്നും വരാല്ല. ഇവിടുന്ന് അങ്ങോട്ടും പടച്ചോ തന്നെ ഇങ്ങളെ മരിപ്പിക്കും, പിന്നെ കബറടക്കും, കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും, എല്ലാവരും എന്റെ മുമ്പിൽ വരും. 4 കാര്യങ്ങൾ ചോദിക്കാതെ ആദം സന്തതിന്റെ കാല് ചലിപ്പിക്കാൻ സാധിക്കൂല. ആയുസ് എന്തിനു വേണ്ടി ചെലവാക്കി, യൗവനം എന്തിനു വേണ്ടി ചെലവാക്കി, സമ്പത്ത് എവിടെ നിന്നുണ്ടാക്കി, എവിടെ കൊണ്ടുപോയാക്കി, നീ എന്ത് പഠിച്ചു, നീ എന്ത് പ്രവർത്തിച്ചു, ഈ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാതെ കാല് ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു പരലോകത്തേക്ക് വരാത്ത ഒരു മനുഷ്യനുമില്ലാന്ന് ഖുർആൻ പറയുമ്പോ സഹോദരന്മാരെ, അങ്ങനെ അങ്ങോട്ട് അയഞ്ഞ് ജീവിക്കാനും കഴിയില്ല. ഞാൻ അങ്ങനെ പോട്ടെ, എൻ്റെത് ഇങ്ങനെയാണ്, അങ്ങനെ ഒന്നും തീരുമാനിക്കല്ലേ ദയവ് ചെയ്ത്. അന്നെ കൊണ്ടിട്ട് നശിപ്പിക്കല്ലേ. ഒരു തുള്ളി പൊള്ളിന് കൈ മൊത്തം പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കും? ഇല്ലല്ലോ. ഒന്ന് മാറി ചിന്തിക്കും. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? പടച്ചവൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്താണ് എനിക്ക് ഉണ്ടാവാൻ? ആരും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. ഈ പറയുന്ന ചങ്ക് ബ്രോസും, ഈ പറയുന്ന ഗേൾ ഫ്രണ്ട്സും, ഈ പറയുന്ന കുടുംബവും, ഈ പറയുന്ന സെറ്റപ്പും, ഈ പറയുന്ന ബോസേ സാറേ എന്നൊക്കെ വിളിച്ച് നമ്മൾക്ക് പിന്നെ വാലാട്ടി നടന്ന ആൾക്ക് ഒരു കുട്ടി ഉണ്ടാവില്ല. ഒറ്റക്കൊറ്റക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് കുറേ റമദാൻ കഴിഞ്ഞു പോയിണ്ടാവും, കുറേ നമ്മൾ നോമ്പ് വെച്ചുണ്ടാവും. എല്ലാ റമദാനും ഒരുപോലെ ആകരുത് സുഹൃത്തുക്കളെ. മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ മാറാൻ കൊതിക്കുന്നവരെ ഈ കൂട്ടായ്മ സഹായിക്കും, ഈ പ്രവർത്തകർ സഹായിക്കും. എത്തിനപ്പോൾ ഈ റമദാൻ ഇങ്ങനെ അടങ്ങാറായി ഇങ്ങളൊക്കെ പട വിളിച്ചുകൂട്ടിയാണ്ട് ഇവിടെ ഒരു പരിപാടിക്ക് വെക്കണം. ഇതിന് പൈസ ചിലവില്ലേ? നമ്മളടുത്ത് 5 പൈസ വാങ്ങണ്ടോ? ഇല്ലല്ലോ. ഇതല്ലാത്ത സമയത്ത് എന്തരെങ്കിൽ ആരും കിട്ടൂല. യുവാക്കളൊക്കെ ഒരു ക്ലാസ് വെച്ചാൽ യുവാക്കൾക്കാണ് മുങ്ങും. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. എവിടേക്കത് പോകണമെന്ന് അള്ളാഹ്ക്കറിയാം. ഒരു ക്ലാസ് വെച്ച പോലെയാണ് മുങ്ങും. അപ്പോൾ ഈ റമദാൻ നിങ്ങളൊക്കെ പാടെ വിളിച്ചുകൂട്ടി പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തിന്നുക എന്നുള്ളതല്ല. അപ്പോൾ ഇത് നമ്മൾ കാണാത്ത സാധനം ഒന്നുമല്ല. ഇവിടെ തിന്നണ സാധനം പൈനാപ്പിളും മുന്തിരി ഇതൊക്കെ നമ്മളെല്ലാവരും തിന്നണല്ലേ. ആ തിന്നണേക്കാളും തരാനുള്ള തരങ്ങൾ ഈ ഒരു വിഭവമാണ്. ഒന്ന് മാറി ചിന്തിക്കണം. മരണം വരും മുമ്പ് മാറി ചിന്തിക്കണം. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അള്ളാഹ്ക്ക് ഏത് നമ്മളെ പടച്ചോനും വേണ്ടിയിട്ട്, ആ പടച്ചോന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, ആ പടച്ചോന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല ജീവിതം നയിക്കാന്ന് തീരുമാനിക്കുന്നതോടെ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. സമാധാനവും സന്തോഷവും കൺകുളിർമയും മനസ്സമാധാനവും കിട്ടുകയാണ് സുഹൃത്തുക്കളെ. ഒന്ന് മാറി ചിന്തിച്ചു നോക്കി. മനസ്സിലല്ലേ? നമ്മൾ എത്ര വഴിവിട്ട് സഞ്ചരിച്ചാലും ശരി, യു ആർ ഇൻ റോങ് വേയിലാണ്. യൂട്ടേൺ അടിച്ചേ പറ്റുള്ളൂ. ആ പോക്ക് അപകടമാണ്. മനസ്സിലായില്ലേ? എത്ര മനുഷ്യന്മാരെ ഇസ്രായേൽ അമേരിക്ക കൊന്ന്, പച്ച മനുഷ്യന്മാരെ, ഭൂമിക്ക് ജനിച്ചു വീണ മനുഷ്യന്മാരെ കൊല്ലുക. ഇതൊക്കെ വെറുതെ ഒന്ന് വിചാരിക്കണ്ടോ? വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. പടച്ചോൻ കാണണ്ടെല്ലാം, നമ്മളും കാണണ്ട് സഹോദരന്മാരെ. മനസ്സിലായി? ട്രംപിനെയും നെതന്യാഹുവിനെയൊന്നും മാത്രമല്ല കാണുന്നത്, ഇനി നിങ്ങളൊക്കെ പടച്ചോൻ കാണുന്നുണ്ട്. നമ്മൾ കാണുന്ന എന്താ, ചെയ്യണ എന്താ, പറയണ എന്തൊക്കെ അള്ളാഹ്ക്ക് അറിയാം. നമുക്ക് എത്രത്തോളം എനർജി ഉണ്ട്, നമുക്ക് എത്രത്തോളം പൈസ ഉണ്ട് എന്നൊക്കെ. ഗാനമേളക്ക് ഇറക്കണ പൈസ എത്രയാണ്, രാഷ്ട്രീയത്തിന് ഇറക്കണ പൈസ എത്രയാണ്, അതിനുവേണ്ടി നമ്മൾ വിയർക്കണത് എത്ര, ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട്. ഈ കണ്ട അനുഗ്രഹങ്ങളൊക്കെ ചെയ്തെന്നിട്ട് പടച്ചോന്റെ മാർഗം നയാ പൈസ ചെലവാക്കാതെ ഒന്ന് വിയർക്കാനോ ഒന്ന് നിന്ന് നിസ്കരിക്കാനോ പോലും കഴിയാതെ ക്ഷീണിക്കണ അന്നെ അപ്പുറത്ത് പാർക്കിൽ കാണുന്നുണ്ട്, അപ്പുറത്ത് ബീച്ചിൽ കാണുന്നുണ്ട്, അപ്പുറത്ത് രാഷ്ട്രീയത്തിന്റെ വേദി കാണുന്നുണ്ട്. ഇതൊക്കെ അത് കണ്ടിട്ട് തന്നെ പോണ്. ഇതൊന്നും വെറുതെ ആവുന്നൊന്നും ആരും വിചാരിച്ചിട്ടുണ്ട. മനസ്സിലല്ലേ? നാസ ഭൂമിനെ പകർത്തിയൊരു ചിത്രം നെറ്റിലടിച്ചെടുത്താൽ കിട്ടും. ദ ബ്ലൂ പെയിൽ ഡോട്ട് എന്ന് അടിച്ചെടുത്താൽ കിട്ടും. ഒരു പുള്ളിയുള്ള ഭൂമി. മനസ്സിലല്ലേ? അപ്പം നമ്മളൊക്കെ വലുപ്പത്ര ഈ പ്രപഞ്ചത്തിൽ സുഹൃത്തുക്കളെ. പടച്ചോ എന്ന് പറഞ്ഞാലേ ഈ പുള്ളിയല്ല, ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന ഇതിൻ്റെ റബ്ബാണ്. വെല്ലുവിളിക്കുന്ന ലോകത്തെ ഖുർആൻ, വെല്ലുവിളിച്ചു ലോകത്തെ ഖുർആൻ. ലോകത്തെ ബുദ്ധിജീവികളെ, സയന്റിസ്റ്റുമാരെ, വിദ്യാസമ്പന്നരെ, അറിവുള്ള വിശുദ്ധരന്മാരെ, മനുഷ്യകുലത്തെ ഒന്നടങ്കം സാഹിത്യകാരന്മാരെ വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കുക. സാധ്യമായിട്ടില്ല എന്നേ വരെ. പടച്ചൊല്ല എന്ന് പറയാൻ പറ്റില്ല. ലോകത്ത് പ്രവാചകന്മാർ ഇറങ്ങി, വേദഗ്രന്ഥങ്ങൾ ഇറങ്ങി, ഈ പ്രപഞ്ചം വിളിച്ചോതുന്നു. ഇതിന്റെ പിന്നെ ഒരു ക്രിയേറ്റർ ഉണ്ട്, ആ പടച്ചോൻ. അവനാണ് അക്ബർ. അല്ലാഹു അക്ബറാണ്. നെഞ്ചത്ത് കൈകെട്ടുന്നത് അക്ബർ ആയിക്കൊള്ളണം. നമ്മളെ ആഗ്രഹങ്ങളല്ല, നമ്മളെ സന്തോഷങ്ങളാണ്. എനിക്ക് എൻ്റെ സുഖം, എൻ്റെ രസമല്ല, എൻ്റെ റബ്ബാണ് എനിക്ക് വലുത്. പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ആകാശത്തുള്ള മലക്കുകൾ നമ്മെ വാഴ്ത്തും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 10,000-കണക്കിനല്ല, കോടിക്കണക്കിനല്ല, കണക്ക് പറയാനാകാത്ത അത്രയും വലിയ മലക്കുകളുടെ ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ടൊന്ന് മാറി ചിന്തിക്കാം. സമാധാനകരമായ സന്തോഷകരമായ ജീവിതത്തിനും മരിച്ചാൽ സ്വർഗം കിട്ടാനും ഒന്ന് മാറി ചിന്തിക്കാം.
അള്ളാൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ വെറുപ്പൊക്കെ വാങ്ങിയാലും കുഴപ്പമില്ല. അള്ള ഇഷ്ടപ്പെട്ടോ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും. മനസ്സിലായി? മദീനത്തൊക്കെ കുറേ ഷെയ്ഖുമാരുണ്ട്, ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദറും അതുപോലെ തന്നെ സുലൈമാൻ റുഹൈലേക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊക്കെ പോലെ അല്ലേ. ഹറമിലെ ഇമാം സുദൈസിന്ന് എല്ലാവർക്കും ഇഷ്ടല്ലേ? ആ മനുഷ്യനെ നമ്മളറിയൂ ഇല്ലല്ലോ, നമ്മളെ കണ്ടിട്ട് കൂടിയില്ല. എന്തേ? കാണാത്തറിയാത്ത മനുഷ്യന്മാർ വരെ സ്നേഹിക്കുകയാണ് ആ മനുഷ്യന്മാരെ. എന്തേ കാരണം? ദീനാണ് സുഹൃത്തുക്കളെ, ദീനാണ്. ആരെങ്കിലും അള്ളാഹു നിന്ദിച്ചാൽ അവന് പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ ലോകത്തൊരാൾക്കും പറ്റൂല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹ് ഇജ്ജത്ത് തന്നാൽ ഇജ്ജത്ത് കിട്ടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമദാൻ ഉപയോഗപ്പെടുത്തി നല്ലൊരു മാറ്റത്തെക്കുറിച്ച് ആലോചിച്ച് പഠിക്കുക. പീസ് റേഡിയോയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇതിനുള്ള അവസരമാണ്. ഈ കൂട്ടായ്മയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. എന്തെങ്കിലും അഡിക്ഷനോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെയുള്ള ആളുകളെ സഹായിക്കാൻ എല്ലാ നിലക്കും സന്നദ്ധമാണ്. പടച്ചവൻ്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലവരായി ജീവിക്കാനും ദീനിൻ്റെ ആ ഒരു ശരിയായ ഹലാവത്ത് നുകരാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.